ഹായ് ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതിനുള്ള ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാത്രമല്ല, മറ്റെല്ലാ എക്സാമുകൾക്കും ഗുണകരമാണ്. എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നു പോകും. നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ചരിത്രമാണ്. അപ്പം ആ ചരിത്രത്തിലേക്കുള്ള വളരെ ഷോർട്ടായിട്ട് ഇതുവരെ ചോദിച്ച, അതായത് 2024-ലും 2025-ലും നടന്ന LDC എക്സാമുകൾ, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു എക്സാമും നടന്നിട്ടുണ്ട്. ഇങ്ങനത്തെ 9 എക്സാമുകളിൽ നിന്നുള്ള ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അതായത് ഈ സെയിൽസ് മാൻ വരാൻ പോകുന്ന എക്സാമിൻ്റെ അതേ പാറ്റേണിൽ നടന്നിട്ടുള്ള 9 എക്സാമുകളിൽ നിന്നുള്ള മുഴുവൻ വിവരവും. ഇന്ന് ചരിത്രമാണ്. ഇപ്പം ഇന്നും നാളെയും ചരിത്രം പഠിക്കുക. നിങ്ങൾക്ക് ഇതിനൊപ്പം എന്ത് കിട്ടും? ഈ ക്ലാസ് കിട്ടും. ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്, ഗൈഡ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ, അത് നോക്കി പഠിക്കുക. ഒരു എക്സാം ഉണ്ടായിരിക്കും. എക്സാം ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടും. ആ എക്സാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഒരു പെർഫോമൻസ് അനാലിസിസ്, ഇനി നിങ്ങൾ ഏത് വിഷയമാണ് കൂടുതൽ ഊന്നേണ്ടത് എന്നുള്ള ഭാഗം കിട്ടും. ഓക്കെ, ഇതിനൊപ്പം തന്നെ മറ്റ് ചോദ്യങ്ങളും പഠിക്കുക. ആ രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടും കിട്ടും. അപ്പോൾ ഓരോ 2 ദിവസം കൂടുമ്പോഴായിരിക്കും നമ്മുടെ ഒരു ക്ലാസ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ സ്ഥിരം നടന്നു പോകുന്ന പാറ്റേണും കിട്ടും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത, ഈ ഇൻറ്റൻസീവ് കോഴ്സിൻ്റെ പ്രത്യേകത, ഈ 20 ദിവസം കൊണ്ട് എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നു പോവുക എന്നുള്ളതാണ്. അതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. PSC ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട്. കൂടാതെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും, പെർഫോമൻസ് അനാലിസിസ് ഉണ്ടാവും. ഫുള്ള് ഫ്രീ ആണ്. നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും കാര്യമേ വേണ്ടുള്ളൂ. ബാക്കി ടെലിഗ്രാം ചാനലിൽ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയും. ഓക്കെ, ഇത് കൂടാതെ 3 മോക്ക് എക്സാമുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ഭരണഘടനയുടെ സീരീസ് അത് ആഴത്തിലാണ്, ഫുള്ള് കവർ ചെയ്യും. അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളും അതിന് അനുബന്ധ വസ്തുതകളും എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. SCERT ടെക്സ്റ്റ് ബുക്ക്, മുൻകാല ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പഴയതും പുതുതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒറ്റ വിഷയമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടുള്ള സീരീസ് ഉണ്ട്. അതൊക്കെ സാവധാനമേ പോവുള്ളൂ. ഇത് പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നു പോകും. ഓക്കെ, ജൂലൈ 30 ആകുമ്പോഴേക്കും എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. ഒപ്പം ഇതിൻ്റെ ഒപ്പം റിവിഷൻ നടത്തുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഒരു ചോദ്യം നോക്കാം. ഹിസ്റ്ററി ഓഫ് കേരള രചയിതാവ് വന്ന ചോദ്യം അതായിരുന്നു. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അതിന് മുമ്പായിട്ട് എൻ്റെ പേര് രഘുനന്ദൻ MB. വിൻഡോസ് 2-ൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ടെലിഗ്രാം ചാനലിലും നമ്മുടെ ആപ്പും ഡൗൺലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയൽ PSC ആയിട്ട് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരുങ്ങുക എന്നുള്ളത് കിട്ടും. ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള രചയിതാവ് ആരൊക്കെയാണ് തന്നിട്ടുള്ളതായിരുന്നത്? നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് ആരെല്ലാമാണ്? ഒന്ന് കേരളവർമ്മ പഴശ്ശിരാജ, സർദാർ KM പണിക്കർ, മാർത്താണ്ഡവർമ്മ, വില്യം ലോഗൻ. ഇവിടെ ഈ ഉത്തരം സർദാർ KM പണിക്കർ അല്ല എന്ന് അറിയുന്നവർക്ക് പോലും അവിടെ ഒരു ഗസ്, ഒരു ഇന്റലിജന്റ് ഗസ്സിന് നമുക്ക് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി പഠിക്കണം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴശ്ശി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്, ഗ്രന്ഥകാരനല്ല. മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിൻ്റെ എന്താണ്, ശില്പിയാണ്. ഒട്ടനവധി ശക്തനായ ഒരു ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിനെ പിന്നീട് കാണുന്ന തിരുവിതാംകൂറായി മാറ്റിയ ആളാണ്. ആ 2 ആളും ഗ്രന്ഥകാരന്മാരാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 2 ഉത്തരങ്ങളേ വരുള്ളൂ, സർദാർ KM പണിക്കരും വില്യം ലോഗനും. അത് വില്യം ലോഗനാണെന്ന മലബാർ മാനുവലാണ്, അദ്ദേഹവുമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് സർദാർ KM പണിക്കരാണ്. അപ്പോൾ സർദാർ KM പണിക്കരുടെ ഈ പുസ്തകം എന്തിനെ കുറിച്ചിട്ടാണ്? അത് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ഇൻ കേരള ഡ്യൂറിങ് പോർച്ചുഗീസ്, ഡച്ച് ആൻഡ് മൈസൂരിയൻ പീരീഡ്സ്. അതായത് ആധുനിക കേരളം എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് 8ാം ക്ലാസ്സിൽ, പഴയ 8ാം ക്ലാസ്സിൽ. അതിൽ എങ്ങനെയാണ് കേരളം രൂപപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ തീം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാറ്റം ആരുടെ കാലഘട്ടത്തിൽ? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, മൈസൂർ ഭരണാധികാരിയുടെ കീഴിലായിരുന്നല്ലോ കുറച്ചു കാലം നമ്മൾ. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്. ഇതിൽ ഈ ഭാഗം കൃത്യമായിട്ട് പറയുന്നത് ക്ലാസ് 10-ലെ ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. പഴയ പാഠപുസ്തകമാണ്. നിങ്ങളൊരു ഉദാഹരണം ഓർക്കുക. ഇത് 2025 ഏപ്രിൽ നടന്ന എക്സാമാണ്. പല ആളുകളും പറയുന്നത് ഇനി പഴയ പാഠപുസ്തകങ്ങൾ വേണ്ട, പുതിയ പാഠപുസ്തകങ്ങൾ മതി എന്നുള്ളതാണ്. പോരാ, പഴയ പാഠപുസ്തകങ്ങൾ തന്നെയാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ പാഠപുസ്തകങ്ങളെ ഒഴിവാക്കരുത്. പുതിയ ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതിൽ നിന്നാണ്, പ്രത്യേകിച്ച് ജോഗ്രഫിയിൽ നിന്നൊക്കെ.
ഇപ്പൊ സർദാർ കെ എം പണിക്കർ ആരാണ്? നമുക്ക് SCERT ബുക്ക് വെച്ചിട്ട് തന്നെ നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ SCERTയിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും മാത്രം കൈകാര്യം ചെയ്യുന്നത്? ക്ലാസ് അവസാനം വരെ കാണണേ. നമ്മൾ 9 ചോദ്യ പേപ്പറിൽ നിന്നായിട്ടുള്ള 50 ചോദ്യങ്ങൾ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ ഇനി മറ്റൊരു ക്ലാസ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 50 ചോദ്യങ്ങളും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാം. മാത്രമല്ല ഈ എക്സാമിൽ ചരിത്രത്തോട് എടുക്കേണ്ട സമീപനം എന്താണ്, നിങ്ങൾക്ക് പെർഫോമൻസ് അനാലിസിസ് എങ്ങനെ നടത്താം. നമ്മുടെ ചരിത്ര ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ആയിട്ട് നിങ്ങൾക്ക് എക്സാം ലഭിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് പെർഫോമൻസ് അനാലിസിസും കിട്ടും. അത് വെച്ച് നിങ്ങളുടെ രണ്ടാമത്തെ പഠനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി എടുക്കാം. അതും കൂടി ഇതിൽ കിട്ടും, കേട്ടിരിക്കുക. പിന്നെ അപ്രോച്ച്, പൊതുവായി ഈ പരീക്ഷയ്ക്ക് എടുക്കേണ്ട അപ്രോച്ചിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ KM പണിക്കരാണ്. നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കേ നോക്കുന്നുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറയാം. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഈ KM പണിക്കരെ കുറിച്ച് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ ഈ വാക്കുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു പോകുമ്പോൾ വിട്ടുപോകരുത്. കാരണം പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ എത്രണ്ണം ചരിത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നോക്കൂ, ഇതൊന്ന് മനസ്സിരുത്തി വയ്ക്കുക. എന്ത് അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യം വന്നത്? ഭാഷാടിസ്ഥാനത്തിലാണ്. ഏതിനു ശേഷമാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാഠം തന്നെ 10ാം ക്ലാസ്സിൽ, പഴയ ക്ലാസ്സിലുണ്ട്. ഇപ്പൊ തെലുങ്ക് സംസാരിക്കുന്നവരായി ആന്ധ്രാപ്രദേശ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി പോറ്റി ശ്രീരാമുലു ആണ്. പോറ്റി ശ്രീരാമയ്യ അല്ല. ഈ നോട്ടിൽ നിങ്ങളെ ചില തിരുത്തുകൾ വേണ്ടി വരും. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങളുടെ ഈ 20 ദിവസത്തെ പരിപാടിക്ക് വേണ്ടി. ഇപ്പൊ പോറ്റി ശ്രീരാമുലു മരണപ്പെട്ടു, നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെടുന്നുണ്ട്. ഇപ്പൊ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട ആള് പോറ്റി ശ്രീരാമുലു ആണ്. തുടർന്ന് പ്രക്ഷോഭം ശക്തമായതിനാൽ തെലുങ്കു സംസാരിക്കുന്നവർക്കായി 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു. ഇപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നായിരുന്നു ഡിമാൻഡ് സ്വാതന്ത്ര്യാനന്തരം വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിമാൻഡ് വന്നത്? ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന മലബാർ പ്രദേശം കേരളത്തിലല്ല. തിരുവിതാംകൂറും കൊച്ചിയും വേറെ വേറെ എന്താണ് പ്രദേശങ്ങളാണ്. ഇന്ത്യ സ്വതന്ത്രമായി ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്. കാരണം അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങൾ വേറെയും അവരുടെ നിയന്ത്രണത്തിലുള്ള മലബാർ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗവുമാണ്. ബ്രിട്ടീഷുകാരുടെ എന്താണ് അധീനതയിലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രദേശങ്ങളും കൂടി യോജിച്ചുകൊണ്ടാണ് പിന്നീട് ഐക്യ കേരളം ഉണ്ടാകുന്നത്. അത് നമുക്കറിയാലോ. അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരമാണ് ഉണ്ടാകുന്നത്. 1956 നവംബർ 1 അതുണ്ടാകുന്നത്. 1949 തിരുവിതാംകൂറും കൊച്ചിയും രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതും കൂടി ഓർക്കുക. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവൽക്കരിച്ചു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് ഫസൽ അലി ആണ് അദ്ദേഹത്തിന്റെ പേര്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. പിന്നെ 2 അംഗങ്ങളെ കൂടി ഓർക്കണ്ടുള്ളൂ. അത് HN കുൻസുറു ആണ് ഒരാള്, മറ്റൊന്ന് മലയാളി KM പണിക്കരാണ്. കാവാലം മാധവ പണിക്കർ എന്ന് മുഴുവൻ പേര്. എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? മറന്നു പോകരുത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ എന്നാണ്. ഓർത്തു വെക്കണമേ. എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? കാവാലം മാധവ പണിക്കർ. കാവാലം മാധവ പണിക്കരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒന്നാണ്, കേരള സിംഹം എന്ന കൃതിയും അദ്ദേഹമാണ് രചിച്ചത്. അദ്ദേഹമാണ് ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത്. കേരള സിംഹവും രചിച്ചത് ആരായിരുന്നു? കാവാലം മാധവ പണിക്കരായിരുന്നു. മറന്നുപോകരുത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? കാവാലം മാധവ പണിക്കർ. അപ്പൊ കേരള സിംഹം ആരെ കുറിച്ചുള്ളതാണ്? പഴശ്ശിരാജയെ കുറിച്ചുള്ളതാണ്. പഴശ്ശിരാജയെ അപ്പൊ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് കാവാലം മാധവ പണിക്കരാണ്. പഴശ്ശിരാജയ്ക്ക് തന്നെ മറ്റു ചില പേരുകളുണ്ട്. അദ്ദേഹത്തെ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെട്ടിരുന്നത് കൊട്യോട്ട് രാജ എന്നുകൂടി അറിയുന്നുണ്ട്. മറ്റേത് പൈച്ചി രാജ എന്നും പറയും. അത് നമ്മൾ പഴശ്ശി എന്ന് പറയാം. കൊട്യോട്ട് രാജ എന്നറിയപ്പെടുന്നതും പഴശ്ശി രാജ എന്നാണ്. അത് സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചതല്ല, അത് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതാണ്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് ഇടയാനുള്ള കാരണം നികുതി നയത്തിലുള്ള തകരാറാണ്. നോക്കൂ, ഇന്ത്യയിൽ ഉണ്ടായ ഒട്ടനവധി കലാപങ്ങൾക്കും ഒരു കാരണം നികുതി നയത്തിലെ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളാണ്. നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. സന്താൽ കലാപം നികുതി നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്.
മറ്റേ ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപമായ കുറിച്യ കലാപം നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മാപ്പിള കലാപം ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾക്കെതിരെയും ജന്മിത്വത്തിനെതിരെയുമുള്ള പ്രക്ഷോഭമാണ്. അങ്ങനെ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകൾ എടുത്തു നോക്കൂ, അതൊക്കെ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പലതിനും ഫിറ്റാണ് ഈ ആൻസർ എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, നമുക്ക് പോകാം, തിരിച്ചു പോകാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ പുനഃസംഘടനാ നിയമം, ഈ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നാണ് വരുന്നത്? 1956 ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർക്കാം, ഇനിയിപ്പോൾ വല്ലവർക്കും കൺഫ്യൂഷൻ ഉണ്ട്, എന്നാണ് കേരളം രൂപവൽക്കരിക്കപ്പെട്ടത്? 1950 56 എന്ന് ഓർക്കുന്നവർ ഓർക്കുക. 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ പിന്നീട് സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് കേരളവും രൂപവൽക്കരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപവൽക്കരിക്കപ്പെട്ടത് ഏതാണ്? മറന്നു പോകണ്ട, അത് ആന്ധ്രയാണ്. ആന്ധ്രയ്ക്ക് വേണ്ടി ആരാണ് നിരാഹാരം അനുഷ്ഠിച്ചത്? അത് പോറ്റി ശ്രീരാമുലുവാണ്, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എന്നാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത്? അത് ആദ്യം നിലവിൽ വന്നു, പുനഃസംഘടനാ കമ്മീഷന് മുമ്പേ നിലവിൽ വന്നു. ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നാണ് പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത്. അപ്പൊ 1953 അതിന്റെ അധ്യക്ഷൻ ഫസൽ അലി. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷന് ഫസൽ അലി കമ്മീഷൻ എന്നും പേരുണ്ട്. അതുകൂടി ഓർത്തിരിക്കണം. ഈ കമ്മീഷന് എന്ത് പേരും കൂടിയുണ്ട്? ഫസൽ അലി കമ്മീഷൻ എന്നും പേരുണ്ട്. അതിൽ അംഗങ്ങൾ HN കുഞ്ചു ആണ്, മറ്റൊന്ന് മലയാളി KM പണിക്കരാണ്, K മാധവ പണിക്കർ. ഈ മാധവ പണിക്കരോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആളുണ്ട്. മാധവ പണിക്കരോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ്. 3 മലയാളികളെയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഓർത്തിരിക്കേണ്ടത്. മാധവ പണിക്കരോടൊപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരാളാണ്, ഓർത്തു വെച്ചോളൂ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? VP പങ്കുണ്ണി മേനോൻ. VP പങ്കുണ്ണി മേനോൻ. എന്താണ് VP പങ്കുണ്ണി മേനോന്റെ പ്രത്യേകത? വാപ്പാല പങ്കുണ്ണി മേനോൻ പാലക്കാട് ഒറ്റപ്പാലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. SCERT ബുക്കിലുണ്ട്, PSC ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം ജില്ലയിൽ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ ട്രാൻസിഷൻ ഓഫ് ഇന്ത്യ, ദ ട്രാൻസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ ട്രാൻസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ, പവർ ഇൻ ഇന്ത്യ. എന്താണ് അദ്ദേഹം അങ്ങനത്തെ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുമായി സംയോജിപ്പിക്കേണ്ടിയിരുന്നു. ബ്രിട്ടീഷുകാർ പോയി മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം ഇന്ത്യക്കാർക്ക് എവിടെയൊക്കെ സ്വീകരിക്കാം? പാകിസ്ഥാനിൽ ചേരാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക്. ബാക്കിയുള്ള പ്രദേശങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം എന്നുള്ളതില്ല. ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിൽക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ. അങ്ങനെ ഇന്ത്യയിൽ ഈ എന്താ പറയുക, ഒരു വലിയ സാരി രോട്ട വീണതുപോലെ ഓരോ നാട്ടുരാജ്യങ്ങളും പ്രത്യേക രാജ്യങ്ങളായി മാറി നിന്നാൽ പിന്നെ ഇന്ത്യ ഇടാക്കേണ്ടതൊക്കെ വല്ല കാര്യവുമുണ്ടോ? അങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനാണ്. അപ്പൊ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല എന്താണ്? ആർക്കായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല എന്ന് പറയുന്നത് ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. ആ സർദാർ വല്ലഭായ് പട്ടേലിന് തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി എന്നും പറയുന്നത്. അപ്പൊ അവിടെ വാപ്പാല പങ്കുണ്ണി മേനോന്റെ പ്രത്യേകത എന്താ? വാപ്പാല പങ്കുണ്ണി മേനോൻ ആരുടെ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ സംയോജിപ്പിച്ചത്. അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയെ സമർത്ഥമായി പരിഹരിച്ച രണ്ടാളുകളാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, മറ്റൊന്ന് മലയാളിയായ വാപ്പാല പങ്കുണ്ണി. VP എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഒന്നും കൂടി പറയൂ. വാപ്പാല പങ്കുണ്ണി, മറന്നു പോകരുത്. വാപ്പാല പങ്കുണ്ണി മേനോൻ. ഓക്കെ, ഇനി മറ്റൊരാളെ നിങ്ങൾ ഓർക്കേണ്ടത് ആരാണ്? മറ്റൊരാളെ ഓർക്കേണ്ടത് നിങ്ങൾ ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയെ നമ്മൾ ഓർക്കേണ്ടത്, ബാരിസ്റ്റർ GP പിള്ളേനെ 2 കാര്യത്തിലാണ്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ഉണ്ട്, അത് വരുമ്പോൾ ഞാൻ പറയാം. ഒന്ന് മലയാളി മെമ്മോറിയൽ, അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. മറ്റൊന്ന് ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാണ്.
ഓക്കെ, ഇനി കേളപ്പജി ഒക്കെ വരുന്നുണ്ട്. ഇവരെക്കാട്ടിലൊക്കെ വലിയ ആളാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജി. ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ്. മറ്റൊരാൾ പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ടോ. അപ്പൊ ദ ട്രാൻസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം വാപ്പാലപ്പൻ കുഞ്ഞിമേനോന്റേതാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ള പുസ്തകം ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആണ്. മറ്റൊരു പുസ്തകം ചോദിക്കാറ് ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചതാര്? അത് ചോദിക്കാറുണ്ട്. അപ്പൊ ബാരിസ്റ്റർ ജി പി പിള്ളേനെ ഞാൻ പറയാനുള്ള കാരണം ഈ പോയിന്റ് പലപ്പോഴും ചിലവരുടെ മനസ്സിലില്ല. അതായത് ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളി അതാരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് ഇയാളെ കുറിച്ചാണ്. ആരെ കുറിച്ചിട്ട്? എന്താ പറയാ, ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. അതും പാലക്കാട്. ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹം 1897 അമരാവതി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റായ വ്യക്തിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, ഇനി മറ്റൊന്നെന്താണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം. ഗാന്ധിജിയോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. ഓക്കെ, ഗാന്ധിജിയും അരാജകത്വവും എന്നുള്ള പുസ്തകമായിരുന്നു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. അതും ചോദിക്കാറുണ്ട്. അത് നമുക്കറിയാം 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സർ സി ശങ്കരൻ നായരാണ്. അപ്പൊ സർ സി ശങ്കരൻ നായർ ഗാന്ധിജിയും അരാജകത്വവും, ദ ട്രാൻസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ പേര് ഏതാണ്? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? വാപ്പാലപ്പൻ കുഞ്ഞിമേനോൻ. അത് കൂടാതെ ഒരു ബുക്ക് കൂടി ഓർത്തിരിക്കുക. അതെന്താണ്? ഹിസ്റ്ററി ഓഫ് കേരള. അത് ആരാണ്? KM പണിക്കരാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഓർക്കേണ്ടതാണ് പഴശ്ശിരാജ. അതും KM പണിക്കരാണ്. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതും കാവാലം മാധവ പണിക്കരാണ്. ഒരു പുസ്തകം കൂടി ഓർക്കുക, വില്യം ലോഗന്റെ മലബാർ മാനുവൽ. പിന്നെ പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്, 1.25 കോടി മലയാളികൾ. അത് EMSന്റേതാണ്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം കണ്ടുവരുന്ന ഗ്രന്ഥങ്ങളാണ്, ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. ഇതിപ്പോ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ചോദ്യങ്ങളാണ്. ഇത് മാത്രമല്ല, ബാക്കി 8 ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യങ്ങൾ കൂടി നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 8 ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് മൊത്തം കവർ ചെയ്തു പോവാം. ആ 8 ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രം, ദേശീയ പ്രസ്ഥാനം, ഭരണഘടനയിലെ ഞാൻ അറിയാതെ എഴുതി വെച്ച് പോയതാണ്, കേരള ചരിത്രം, നവോത്ഥാനം, ലോക ചരിത്രം. അവിടെ അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ചോദ്യം, ഈ 50 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ചോദ്യം ലാഹോർ സമ്മേളനമാണ്. മുഴുവൻ ചോദ്യങ്ങൾ 50 ചോദ്യങ്ങളും ഞാൻ അവിടെ പറയുന്നില്ല. പക്ഷെ 50 ചോദ്യങ്ങളിൽ മുഴുവൻ പോയിന്റ് നമ്മൾ കവർ ചെയ്തു പോകും. ഓക്കെ, ഒരു 5-6 ചോദ്യങ്ങളെ നമുക്ക് വിശദമായി കവർ ചെയ്തു പോകാം. 50 ചോദ്യങ്ങളിലൂടെയും നമുക്ക് എല്ലാ പോയിന്റിലൂടെയും കവർ ചെയ്തു പോകാം. ലാഹോർ സമ്മേളനം, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന പ്രഖ്യാപിച്ചു. ഇത് നന്നായിട്ട് ഓർക്കണം. എന്നാൽ ലാഹോർ സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. ഇത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കണം, നിരന്തരമായി ആവർത്തിച്ചു വരുന്നതാണ്. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അംഗീകരിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെമ്പാടും സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ സമ്മേളനം ലാഹോർ സമ്മേളനം. ഗാന്ധി ബൽഗാം സമ്മേളനത്തിനാണ്, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായത് ലാഹോർ സമ്മേളനത്തിലാണ് എന്ന് ആദ്യം ഓർക്കണം. സ്വാതന്ത്ര്യ ദിനം 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി തീരുമാനിച്ചു. നോക്കൂ, ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യനിൽ എങ്ങനെ വന്നത് അറിയോ? പ്രാവശ്യം വന്നത് തന്നെ. ഈ 24-ൽ 25-ൽ നടന്ന എക്സാമിൽ 1930 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. നമ്മൾ പലരും കൊണ്ടായിട്ട് അത് ശരിയാണെന്ന് എഴുതും. അല്ല, ജനുവരി 26.
ഈ ജനുവരി 26 പിന്നീട് എന്തായിട്ട് മാറുന്നത്? 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് മാറുന്നത്. ഈ ജനുവരി 26 ഓർമ്മയ്ക്കാ. അവിടെ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ലാഹോർ സമ്മേളനം നിങ്ങളുടെ മനസ്സിലായല്ലോ. ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട് കിട്ടും. നമുക്കൊന്ന് സ്പീഡ് പോകണം. അതിനോടൊപ്പം ചില കാര്യങ്ങളും പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പഠിക്കുമ്പോൾ വേണ്ട വസ്തുതകൾ പഠിക്കണം. അത് ഉറപ്പിച്ച് പഠിക്കണം. കാരണം എന്താ? വേണ്ട വസ്തുതകൾ, വേണ്ടാത്ത ഒരു കാര്യം നിങ്ങൾ പഠിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിൻഡോ എജുവിന്റെ ഒരു വ്യവസ്ഥാപിത പഠന രീതി, ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ 9 ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള 50 ചോദ്യങ്ങൾ എൻ്റെ 25 വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് AI ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഓരോ ചോദ്യ പേപ്പറിലും 5 മുതൽ 6 ചോദ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് വരുന്നു അറിയും, പക്ഷെ ചിലപ്പോൾ 9 മാർക്കേ പ്രത്യക്ഷപ്പെടുള്ളൂ. കറണ്ട് അഫയേഴ്സ് മാറ്റണ്ട, 9 മാർക്കുണ്ട്. പക്ഷേ ഹിസ്റ്ററിയിൽ ഒരു ചോദ്യ പേപ്പറിലും 5ൽ കുറവ് ചോദ്യങ്ങളില്ല. പക്ഷെ 5 ചോദ്യങ്ങളേ ഉള്ളൂ, മാക്സിമം പോയ 6. അതിനുള്ള ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ഹിസ്റ്ററി മുഴുവൻ കലക്കി കുടിച്ചാലും നിങ്ങൾക്ക് 5 to 6 മാർക്കാണ് കിട്ടുക. ഇപ്പൊ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എടുക്കേണ്ട അപ്രോച്ച് എന്താണ് നമുക്ക് നോക്കാം. 100% ചോദ്യങ്ങളും SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നും മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്നുമാണ്. ഇത് ഞാൻ കണ്ടെത്തിയതാണ്, തമാശയ്ക്ക് പറയല്ല. ഈ 50 ചോദ്യങ്ങളും SCERT പാഠപുസ്തകത്തിൽ നിന്നോ അതല്ലെങ്കിൽ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്നോ ആണ്. നിങ്ങൾ ഒരുപാട് ചാനലുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക, അനാവശ്യ വിവരങ്ങൾ എടുത്ത് കുറിച്ചു വെക്കണ്ട. 50% നിങ്ങളുടെ മെറ്റീരിയൽ കുറയും. അപ്പൊ തന്നെ അത് പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറയുന്നത്? ഈ ഫലം പഠനതന്ത്രത്തെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി മാറ്റാൻ കഴിയും. ഇനി അപ്പൊ മാഷ ഇനി വേറെ ചോദ്യം വരില്ലേ? വന്നേക്കാം, അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ തന്നെ നിങ്ങൾക്ക് ആ 1 മാർക്കേ പോകൂ. ആ 1 മാർക്കിന് വേണ്ടി നിങ്ങൾ 50% അധിക സാധനവും പഠിക്കണം, അധിക സമയവും പഠിക്കണം. ഈ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ 50% പഠിച്ച് പൂർത്തിയാക്കിയിട്ട് അത് പഠിച്ചോളൂ, കുഴപ്പമില്ല. അല്ലാതെ ആ എക്സസൈസിന് നിൽക്കരുത്. ചോദ്യങ്ങളുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. ചരിത്രത്തിൽ നിന്ന് ഈ 9 ചോദ്യ പേപ്പർ, ഈ 9 ചോദ്യ പേപ്പറും സെയിൽസ്മാന്റെ രീതിയിലുള്ള, ഈ വരാൻ പോകുന്ന സെയിൽസ്മാന്റെ അതേ സിലബസുള്ള ചോദ്യ പേപ്പറാണ്. LDC 2024 നടന്നത്, ഈ 2025 നടന്ന ചോദ്യ പേപ്പറുകൾ, അതിൽ 50 മുതൽ 60% പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇപ്പൊ SCERT ബുക്ക് കടന്നു പോകുമ്പോൾ അതിൽ പോയിന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കുത്തു ഇട്ടിട്ട് പെട്ടിയിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഉദ്ധരണികൾ ഉണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഇത് കഴിഞ്ഞാൽ എങ്ങനെ SCERT ബുക്ക് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പരിപാടി പറഞ്ഞുതരാം. SQR3 മെത്തേഡ്. പെട്ടെന്ന് പഠിച്ചു പോകും, സാവധാനാവും പഠിക്കാന്നാണ് നിങ്ങൾക്ക് തോന്നുക. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോകും, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ബുള്ളറ്റ് പോയിന്റും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ പരക്കും. ലോകമെമ്പാടും സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഒരു പുസ്തകം കൃത്യമായി മനസ്സിലാക്കാൻ SQR3 പഠന രീതി. അതിനെക്കുറിച്ച് ഞാൻ സർവേ, ക്വസ്റ്റ്യൻ, റിസൈറ്റ്, റിപ്പീറ്റ്, റിട്ടൻഷൻ എന്ന് പറയുന്ന SQR3 ഞാൻ ഉണ്ടാക്കിയതല്ല, ലോകത്തെ എല്ലായിടത്തും സ്വീകരിക്കുന്ന ഒരു പഠന രീതിയാണ്. അതിനനുസരിച്ചിട്ടാണ് നല്ല പാഠപുസ്തകങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുക. കാരണം അതൊരു നല്ല അപ്രോച്ചാണ് പഠിപ്പിക്കുന്നത്. അതിനനുസരിച്ചാണ് SCERT ബുക്കും. അപ്പൊ ആ രീതിയിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് ബുള്ളറ്റ് പോയിന്റുകൾ, പെട്ടിയിലാക്കിയിട്ടുള്ളത്, ഉദ്ധരണികൾ. 5 മുതൽ 7% വരെ ചോദ്യങ്ങൾ കാലഗണനക്രമമാണ്, ക്രോണോളജിക്കൽ ഓർഡർ. ചില സംഭവങ്ങൾ തരുന്നു, വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഉപ്പു സത്യാഗ്രഹം, അതുപോലെ ക്വിറ്റ് ഇന്ത്യ. എന്നിട്ടത് കാലഗണനാക്രമത്തിൽ എഴുതാൻ പറയും. അവിടെ കൃത്യം കൊല്ലം നിങ്ങൾക്ക് അറിയണമെന്നില്ല, ചരിത്രത്തെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടുണ്ടായാൽ മതി. ഇപ്പോൾ ഗാന്ധിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ചമ്പാരൻ സത്യാഗ്രഹം പോലെയുള്ള, ഖേദാ സമരം പോലെയുള്ള, അഹമ്മദാബാദ് സമരം പോലെയുള്ള സമരങ്ങൾ ഓർക്കണം. അത് ഗാന്ധി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം നടത്തിയ സമരങ്ങളാണ്. PSCക്ക് അതിനെന്താ ഇമ്പോർട്ടന്റ്? ഗാന്ധിയൻ കാലഘട്ടത്തിൽ നിന്നാണ് കേരള PSCക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വരാറുള്ളത്. ഗാന്ധിയൻ കാലഘട്ടത്തിനുള്ളിലാണ്. ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ചോദ്യങ്ങളെ വരുള്ളൂ. ഗാന്ധിയൻ കാലഘട്ടം നന്നായി പഠിച്ചുറപ്പിച്ചു പോകണം. നമ്മൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ. ആ ഗാന്ധിയൻ കാലഘട്ടത്തെ ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഗാന്ധിയുടെ ആദ്യകാല ഒറ്റപ്പെട്ട സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, ഖേദാ സത്യാഗ്രഹം, അതുപോലെ തന്നെ നമുക്ക് അഹമ്മദാബാദ് മിൽ തുണി സമരം എന്നൊക്കെ പറയുന്നത്. ആ സത്യാഗ്രഹങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആദ്യകാല സമരങ്ങൾ മാത്രമല്ല, ചില വിശേഷണങ്ങളുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല, കണ്ടെത്തുക നിങ്ങൾ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ദേശീയ തലത്തിലുള്ള സമരങ്ങൾ ആരംഭിച്ചു. അതിലൊന്നാണ് ആദ്യത്തേത്
നിസ്സഹകരണ പ്രസ്ഥാനം 1920-കളിൽ. അതിനോട് ബന്ധപ്പെട്ടതാണ് ചൗരി ചൗര. അത് കഴിഞ്ഞാൽ 1930-ൽ നിയമലംഘന പ്രസ്ഥാനം. അത് കഴിഞ്ഞാൽ 1940-കളിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരം. ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ച പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ആദ്യകാല നിരാഹാര സമരങ്ങൾ ഏതൊക്കെയാണ്? ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് തുണി സമരം. അത് കഴിഞ്ഞ് ഗാന്ധി 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ രീതിയും അദ്ദേഹത്തിന്റെ അതിശക്തമായ മറ്റേ സമര രീതികളും പുറത്തേക്ക് വരുന്നത്. ആ 19 കഴിഞ്ഞ 20-കളിൽ എന്താണ് അതിന്റെ പേര്? നിസ്സഹകരണ സമരം, നിസ്സഹകരിക്കുക. അത് കഴിഞ്ഞാൽ 30-ൽ 20 കഴിഞ്ഞാൽ 30 നിയമലംഘന പ്രസ്ഥാനം. 30 കഴിഞ്ഞാൽ 40, 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരം. ഇപ്പൊ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാ? നിസ്സഹകരണ സമരം. 20-ൽ ഇന്ത്യ വ്യാപകമായിട്ട്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാ? ക്വിറ്റ് ഇന്ത്യ സമരം 42-ൽ. നമുക്ക് ഇങ്ങനത്തെ ഒരു ചരിത്രബോധം ഉണ്ടാവണം നിങ്ങൾക്ക്. അതുണ്ടാവാൻ ഈ പുസ്തകം നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾ ഓർക്കുക, 50-60% പ്രസ്താവന ചോദ്യങ്ങളാണ്. ഈ കാലഗണനാക്രമവും കൃത്യം കൊല്ലം അറിയില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. 8-10% ചോദ്യങ്ങൾ ഇതിൽ ജോഡി കണ്ടെത്തലാണ്. 20-25% നേരിട്ട ചോദ്യങ്ങൾ. അതായത് നിങ്ങൾ സാധാരണത്തെ പോലെ ചോദ്യം പഠിക്കുക, ഉത്തരം പറയുക, ചോദ്യം പഠിക്കുക, ഉത്തരം പറയുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20-25. നിങ്ങളുടെ പഠന രീതി മാറ്റേണ്ട സമയമായിരിക്കുന്നു ഇങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ. ചോദ്യം ഉത്തരം, ചോദ്യം ഉത്തരം. നമ്മുടെ ക്ലാസ്സുകളൊന്നും അങ്ങനെയല്ല. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി ഓരോന്നും വിശദീകരിച്ചുകൊണ്ടാണ്. പ്രസ്താവന ചോദ്യങ്ങൾ ഭൂരിഭാഗം ചോദ്യങ്ങളും 50-60%. ആഴത്തിലുള്ള ധാരണ വേണം. അതിന് SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ പഠിക്കണം, ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും. ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാറ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929-ലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദിച്ചു, അധ്യക്ഷനെ കുറിച്ച് ചോദിച്ചു, സമര തീരുമാനം ചോദിച്ചു, സ്വാതന്ത്ര്യദിനം ചോദിച്ചു. ഈ സ്വാതന്ത്ര്യദിനമാണ് തെറ്റിച്ചത്. അത് പറഞ്ഞു 1930 ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞു. ശരിക്കും അത് തീരുമാനിച്ചത് ജനുവരി 26. അപ്പൊ 4 വ്യത്യസ്ത വിവരങ്ങൾ ഒരുമിച്ച് നൽകി തെറ്റ് കണ്ടെത്താൻ പറയും. നിങ്ങൾ ഇത് ആഴത്തിൽ പഠിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഉടൻ ഇതിലെ പലതും തെറ്റിക്കും. അതൊരു നക്ഷലായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ SCERT പ്ലസ് PYQ എന്നുള്ള രീതിയിൽ പോകണം. ചരിത്രപരമായ കാലഗണന 5 മുതൽ 7% വരെയാണ്. ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. ഇപ്പൊ നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്, അത് നിങ്ങൾ ഓർക്കണം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം കഴിഞ്ഞിട്ട് അതിനോട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടല്ല, അതിനോട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടല്ല, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കൊല്ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല, പൊതുവഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് 1924-ലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തിരുവിതാംകൂറിൽ ഉണ്ടാവുന്നതാണ്. 1936-ലാണ്. വൈക്കം സത്യാഗ്രഹം 1924-ലാണ്. 2024 അതിന്റെ 100ാം വാർഷികമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 100ാം വാർഷികമൊക്കെ വരുമ്പോൾ അത് വീണ്ടും ചോദിക്കും. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ 21-ലാണ് മലബാർ ലഹള ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഗാന്ധിയുടെ കൊല്ലം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വെക്കാം. പിന്നെ ഒന്നാണ് തെറ്റായ ജോഡി കണ്ടെത്തൽ. 8 മുതൽ 10% വരെ ചോദ്യങ്ങൾ തെറ്റായവയോ ശരിയായവയോ കണ്ടെത്താൻ എന്ന് പറയുന്നു. ഇപ്പൊ നീലദർപ്പൺ എന്ന് പറയുന്നത് ദീനബന്ധുമിത്രയാണ് നീലദർപ്പൺ. അതിനോടൊപ്പം ഓർക്കണം, നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്കറിയാം, നീലദർപ്പൺ എന്നുള്ള ഈ നാടകമാണ്. നീലദർപ്പൺ എന്നുള്ള നാടകം ദീനബന്ധുമിത്ര എവിടെയാണ് രൂപപ്പെടുത്തുന്നത്? അത് ബംഗാളിലെ നീലം കർഷകരുടെ കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഏതുമായി ബന്ധപ്പെട്ടാണ്? ബംഗാളിലെ നീലം കർഷകരുടെ കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഓർക്കുക, നിങ്ങൾ നീലദർപ്പണെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനമായി ഓർക്കേണ്ട കാര്യം പറയാം. നീലദർപ്പണെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ട കാര്യം എന്താണ്? നീലദർപ്പണെ കുറിച്ച് ഓർക്കുമ്പോൾ നീലദർപ്പൺ ദീനബന്ധു മിശ്ര. നീലദർപ്പൺ എഴുതിയത് ദീനബന്ധു മിത്ര. ഏതുമായി ബന്ധപ്പെട്ട്?
ബംഗാളിലെ നീലം കർഷകർ, രണ്ട് നീലം കർഷക കലാപമുണ്ട്. ഒന്ന് ചമ്പാരനിൽ ഗാന്ധി നീലം കർഷകരുടെ പ്രശ്നത്തിന് വേണ്ടി ഇടപെട്ട സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് നീലം സമരം എന്നല്ല അറിയപ്പെടുക. നീലം സമരം അത് ബീഹാറിലാണ്. ബീഹാറിലെ ചമ്പാരനിലാണ് ഗാന്ധി ഇടപെട്ടത്. എവിടെയാണ് ഇടപെട്ടത്? ബീഹാറിലെ ചമ്പാരനിൽ. ഓർക്കുക, എവിടെയാണ്? അത് വേറെയാണ്. നീലം കർഷകരുടെ സമരം എന്ന് പറഞ്ഞാൽ അത് വേറെ. നീല കർഷകർക്ക് വേണ്ടി ഗാന്ധി നടത്തിയ സത്യാഗ്രഹം എന്ന് പറയുന്നത് അത് ബീഹാറിൽ ചമ്പാരനിലാണ്. രണ്ടും വേറെയാണ്. നീല കർഷകരുടെ സമരം വരുമ്പോ അത് ബംഗാളിലാണ്. ആ ബംഗാളിൽ നീലം കർഷകരുടെ സമരം, ആ നീലം കർഷകരുടെ സമരത്തിനെ തുടർന്നാണ് അതിനെ പ്രമേയമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച ഒന്നാണ് എന്തെന്ന് പറയുന്നത് നീലദർപ്പൺ എന്ന് പറയുന്ന നാടകം. എന്താണ് അത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ കാരണം? SCERT പറയുന്നു, അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ നീലദർപ്പൺ എന്ന് പറയുന്നത് അത് അവിടുത്തെ ദേശീയ ബോധം വളർത്താൻ എന്ത് ചെയ്തു? സഹായിച്ചു. കാരണം ഈ നീലദർപ്പൺ നാടകം പിന്നീട് സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യ മുഴുവൻ വ്യാപകമാക്കി. ബംഗാളിൽ മുഴുവൻ അത് എന്ത് ചെയ്തു? നടത്തി. അങ്ങനെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ദുരിതത്തെക്കുറിച്ചൊരു മനോഭാവം വരികയും അത് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ത്യൻ ദേശീയതയ്ക്ക് അത് സഹായിച്ചിട്ടുണ്ട്. സോ നീലം കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ് നീലദർപ്പൺ. ദീനബന്ധു മിത്രയാണ്. അത് പ്രചരിപ്പിച്ചതിൽ സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്. അത് ദേശീയതയ്ക്ക് എന്ത് കൂട്ടിയിട്ടുണ്ട്? ആക്കം കൂട്ടിയിട്ടുണ്ട്. ഈ 4 പോയിന്റ് പറഞ്ഞിരിക്കണം. ഇതിൽ ദേശീയതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറക്കും. പ്രധാനമായിട്ടുള്ള ഒരു SCERT ടെക്സ്റ്റ് ബുക്ക് SQR3 രീതി പഠിച്ചാൽ മറക്കില്ല. നമ്മുടെ ക്ലാസ്സുകൾ ആ രീതിയിലാണ് പോവുക. വഴിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പലരും അത് മറക്കും. നീലം കർഷകരെ ബീഹാറുമായിട്ടൊക്കും. അല്ല, നീലം കർഷകരുടെ സമരമല്ല ബീഹാറിൽ നടന്നത്. നീലം കർഷകർക്ക് വേണ്ടി ചമ്പാരനിൽ ഗാന്ധി നടത്തിയ സത്യാഗ്രഹമാണ്. മറ്റൊന്ന് നീലദർപ്പൺ നാടകമാണ് എന്നുള്ളതിനെ നമ്മൾ മറന്നു പോകും. ഇതൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ അതിനോടൊപ്പം ഓർക്കേണ്ട മറ്റൊന്നാണ് ദേശീയതയും സംസ്കാരികവും എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് 10ാം ക്ലാസ്സിലെ. മറ്റൊന്നാണ് വന്ദേ മാതരം. വന്ദേ മാതരത്തിനും ഇതുപോലുള്ളൊരു ചരിത്രമുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്നത് ബംഗാളിൽ നിന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം ഉണ്ടാക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഏതാണ് ആ പുസ്തകം? ആനന്ദമഠം എന്നുള്ള പുസ്തകമാണ്. ആനന്ദമഠം രചിച്ചിരിക്കുന്നത് ബംഗാളിലെ സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കിയാണ്. അപ്പൊ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആനന്ദമഠം, അതിൽ നിന്ന് വന്ദേ മാതരം, അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് നീലദർപ്പൺ നാടകമാണ്, ദീനബന്ധു മിത്രയാണ്. അത് ഏതിനെ ആസ്പദമാക്കി? നീലം കർഷകരുടെ സമരത്തെ ആസ്പദമാക്കി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മൾ കുറച്ച് നേരം പിടിക്കും. മുഴുവൻ സമയവും ക്ലാസ് കണ്ടിരിക്കുക. നമുക്ക് ഈ പോർഷനൊക്കെ എങ്ങനെയൊന്ന് വിശദമായി കണ്ടുപോകേണ്ട ആവശ്യമില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പോകേണ്ടത്? ഒരു അവസാനത്തെ റിവിഷൻ ആയിട്ട് കൂട്ടുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരക്ക് പിടിച്ചു പോവില്ല. എന്നാൽ അത്യാവശ്യത്തിന് തിരക്കുമുണ്ടാവും. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് നോക്കിയല്ലോ. അപ്പൊ നീലദർപ്പണുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഭാഗം അതാണ് നീലദർപ്പൺ. ഇനി നീലദർപ്പണുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ചില പുസ്തകങ്ങളാണ് ഹിന്ദു സ്വരാജ്. BR അംബേദ്കർ അല്ലേ? ഹിന്ദു സ്വരാജ് ആരാണ്? ഹിന്ദു സ്വരാജ് എന്ന് എഴുതിയത് ഗാന്ധിയാണ്. ഗാന്ധിയുടെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജ് ആണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നാണ് ആ ബുക്കിന്റെ പേര്. ഞാൻ AI ഉപയോഗിച്ചുണ്ടാക്കിയതാണ് പെട്ടെന്ന് പ്രസന്റേഷൻ. അവര് മലയാളാക്കിയതാ. ഒക്കെ മലയാളത്തിൽ തരാൻ പറഞ്ഞപ്പോൾ ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. എനിക്ക് പെട്ടെന്ന് അടുത്ത ക്ലാസ് മുതൽ ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യാനൊന്നും നേരെ കിട്ടിയിട്ടില്ല. മൗലാന അബ്ദുൽ കലാം ആണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ MN റോയി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. തെറ്റാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന ആസാദാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ അംബേദ്കർ ആണ്. ഇങ്ങനെ ഓരോ കൃതിയും രചയിതാവിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതണം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തോളൂ. നീലദർപ്പൺ ദീനബന്ധു മിത്ര, ഹിന്ദു സ്വരാജ് ഗാന്ധി, ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ്, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ അത് ആരാണ്? അംബേദ്കർ ആണ്. ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന മുൻകാല ചോദ്യങ്ങൾ അല്ലെങ്കിൽ SCERT രണ്ടും വേണം. അപ്പൊ നേരിട്ടുള്ള ചോദ്യങ്ങൾ 20 to 25%. ഇപ്പൊ ഈ ഹിസ്റ്ററി ഓഫ് കേരള, നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്.
കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോ. നിങ്ങൾ ഇനി നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചാൽ ലോകത്തുള്ള സകല സംഘടനകളുടെ ആസ്ഥാനം പഠിക്കാൻ പോകണ്ട. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട, അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ആസ്ഥാനങ്ങൾ ഞാൻ പറയാം. IAEAയുടെ ആസ്ഥാനം പഠിക്കണം, പഠിച്ചേ പറ്റൂ. IAEAയുടെ ആസ്ഥാനം പഠിക്കണം. ഇസ്രയേലിന്റെ തലസ്ഥാനം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി, ഇറാന്റെ തലസ്ഥാനം ഇറാന്റെ പ്രധാനമന്ത്രി, ഉക്രൈന്റെ തലസ്ഥാനം ഉക്രൈന്റെ പ്രധാനമന്ത്രി, റഷ്യയുടെ തലസ്ഥാനം റഷ്യയുടെ പ്രധാനമന്ത്രി. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താ കാരണം? ഇപ്പൊ അതാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഉക്രൈൻ റഷ്യ വളരെ ശക്തമായി നടക്കുന്ന സമയത്താണ് ഈ ചോദ്യപേപ്പറിൽ നാറ്റോയുടെ ആസ്ഥാനം വന്നത്. കാരണം നാറ്റോയിൽ ഉക്രൈന് അംഗത്വം കൊടുക്കാം എന്നുള്ളതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനുള്ള കാരണം. അതടക്കം ചോദിച്ചു. അതുമാത്രമല്ല, നാറ്റോയിൽ അവസാനം അംഗമായ രാജ്യം ചോദിച്ചു. പ്രസ്താവന ടൈപ്പാ ചോദിച്ചത്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിനോട് ബന്ധപ്പെട്ട സ്റ്റാറ്റിക് GKയും പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഇറാന് ഒരു ഇറാന്റെ അവിടെ ഒരു കടലെടുക്കുണ്ട്. ആ കടലെടുക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് നമ്മൾ എല്ലാ ദിവസവും, അധിക ദിവസങ്ങളും, ഇപ്പൊ ഇന്നലേക്ക് പഠിച്ചിട്ടില്ല, ഒരു മാസത്തിൽ 27 മുതൽ 28 ദിവസം വരെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കും നിങ്ങൾക്ക്. ആ ഡെയിലി കറണ്ട് അഫയേഴ്സിനോടൊപ്പം സ്റ്റാറ്റിക് GKയും തരും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSCയിൽ കൂടുതൽ വരികയാണ്. അപ്പൊ എല്ലാ ബഹുരാഷ്ട്ര സംഘടനകളുടെയും ആസ്ഥാനം പഠിക്കേണ്ട. സാധാരണയായിട്ട് UN ചോദിക്കാറ്, അതന്നെയാണ് അധിക ചോദ്യങ്ങളിലും ചോദിക്കാറ്. പക്ഷെ ഇങ്ങനെ വേറിട്ട ചോദ്യങ്ങൾ വരിക്കുന്നത് അതിന്റെ സമകാലിക പ്രസക്തിക്കനുസരിച്ച് ബഹുരാഷ്ട്ര സംഘടനകൾ ചോദിക്കും. അപ്പൊ നിങ്ങളെ ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കണം എന്നറിയാം. ചില ചോദ്യങ്ങൾ വ്യക്തിത്വം തിരിച്ചറിയലാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കേരള ചരിത്രവും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ 30 മുതൽ 35% വരെ, അതായത് ഈ 6 ചോദ്യങ്ങളിൽ 2 ചോദ്യം എല്ലാ പരീക്ഷയിലും അല്ലട്ടെ, ആവറേജ് എല്ലാം പഠിച്ചു പോണേ, ചിലർക്ക് ചോദിച്ചിട്ടേ ഇല്ല. അതാണ് 50 ചോദ്യങ്ങളിൽ 30 to 35%. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനമാണ് 25 മുതൽ 35%. ലോക ചരിത്രം മാറ്റിവെക്കേണ്ട ആദ്യത്തെ ഒരു പാഠം 10ാം ക്ലാസ്സിൽ പഠിച്ചാൽ മതി. ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ആ ആദ്യത്തെ പാഠം വെച്ചുകൊണ്ട്. അതിന്ന് 20 to 25%, അതായത് എല്ലാ ചോദ്യ പേപ്പറിലും ഒരു ചോദ്യങ്ങളും ഉണ്ടാവും. ഒറ്റ പാഠേ പഠിക്കാറുള്ളൂ. ഇനി അന്താരാഷ്ട്ര സംഘടനകൾ, UN ചോദിക്കുന്നുണ്ട്, നാറ്റോ, WTO. ഇപ്പൊ നിങ്ങൾ IAEAയും കൂടി പഠിച്ചിരിക്കണം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പല തവണയായിട്ട് ആവർത്തിച്ചു വരും, ഒരു തവണയല്ല. അപ്പൊ തന്നെ അതുപോലെ ഓപ്പറേഷൻസ് ചോദിക്കുമ്പോൾ 2 ഓപ്പറേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. കറണ്ട് അഫയേഴ്സ് ആണ്, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. 2 ഓപ്പറേഷൻസ് നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. 2 ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധുവും ഓപ്പറേഷൻ സിന്ദൂറും രണ്ടും മാറിപ്പോവല്ലേ. ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞാൽ ഇവാക്വേഷൻ ആണ്, എന്ന് പറഞ്ഞാൽ ഒഴിപ്പിക്കലാണ്. ഓപ്പറേഷൻ സിന്ധു ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെയും ശ്രീലങ്കക്കാരെയും നേപ്പാളുകാരെയും എന്ത് ചെയ്താണ്? ഇന്ത്യക്കാരാണ് ഒഴിപ്പിച്ചു കൊണ്ടുവന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷ സമയത്ത്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ആരേനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? ഇന്ത്യ വന്നിട്ടുണ്ട്, ശ്രീലങ്ക വന്നിട്ടുണ്ട്, നേപ്പാൾ വന്നിട്ടുണ്ട്. ഈ 3 രാജ്യക്കാരെയും ഒഴിപ്പിക്കാൻ വേണ്ടി, ഇവാക്വേഷന് വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. എന്നാ ഓപ്പറേഷൻ സിന്ദൂറോ അത് വേറെയാണ്, നിങ്ങൾക്കറിയാലോ അല്ലെ, പഹൽഗാം ആക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം, ഞാൻ മുഴുവൻ പറയുന്നില്ല. പഹൽഗാം ആക്രമണത്തെ തുടർന്ന്, പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെയും ഭീകരവാദികൾക്കെതിരെയും നടത്തിയ ഓപ്പറേഷനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സിന്ധു നദീജല കരാറിന്റെ ഡീറ്റെയിൽസ് പഠിച്ചു പോകണം. നമ്മൾ എന്തിൽ തന്നിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സിൽ തന്നിട്ടുണ്ട്. ഇനിയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് വരുമ്പോൾ 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ഒരു ദിവസം 2 ദിവസം ഇതുപോലെ പഠിക്കാൻ പറയും, ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. ഈ സ്റ്റാറ്റിക് GK ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെത്താൻ കയറി വരും. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് 1 മണിക്ക് ഒരു ക്വിസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കുക. വിൻഡോജുവിലെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റു ചാനലുകൾ കണ്ടോ, പക്ഷെ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടായി വരും. സിസ്റ്റമാണ് നിങ്ങൾക്ക് PSC ക്രാക്ക് ചെയ്യാൻ ഏറ്റവും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലായല്ലോ. പ്രധാനപ്പെട്ട മുൻഗണനാ ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ. പ്രധാനപ്പെട്ട മുൻഗണനാ ചോദ്യങ്ങൾ. ഓക്കെ, പ്രധാനപ്പെട്ട മുൻഗണനാ ചോദ്യങ്ങൾ എന്താണ്? കേരള ചരിത്രത്തിലും നവോത്ഥാനത്തിനും, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, ലോക ചരിത്രത്തിലെ പ്രധാന വിപ്ലവങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ. അപ്പൊ ലോക ചരിത്രത്തിലെ പ്രധാന വിപ്ലവങ്ങളിൽ നിങ്ങൾ ഇംഗ്ലണ്ടും കൂടി ആഡ് ചെയ്താൽ, ഇംഗ്ലണ്ട് ആ 1ാമത്തെ പാഠത്തിലില്ല, അതും കൂടി ആഡ് ചെയ്താൽ ലോക ചരിത്രത്തിലുള്ള ഏകദേശം മാർക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി അതിന് പുറത്തുനിന്നൊരു മാർക്ക് നിങ്ങൾ തള്ളിക്കളഞ്ഞേക്ക്, ഞാൻ പറയാം, അത് തള്ളിക്കളഞ്ഞാലും എന്താ കുഴപ്പം, നിങ്ങൾ PSC കയറും.
പഠന സമീപനത്തിനുള്ള ഒരു കാര്യം നിങ്ങൾ എടുക്കേണ്ടത്, PSC എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യ പരീക്ഷയല്ല, അതൊരു മാരത്തൺ ഓട്ടമാണ്. ആ മാരത്തൺ ഓട്ടം നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇതൊരു ഭാഗ്യക്കുറിയായിട്ട് കാണുന്നവർക്ക് ഇത് കിട്ടാൻ വലിയ പ്രയാസമാണ്. അവർക്ക് ടെൻഷൻ വരും, കിട്ടുമോ കിട്ടില്ലേ എന്നറിയാം. മാരത്തൺ ഓടുന്നവർക്കറിയാം ഞാനിത് ഓടിത്തീർക്കും, അതിന് സാവകാശമുണ്ട്, ശ്രദ്ധയുണ്ട്, ടെൻഷൻ ഇല്ല, അത് എൻജോയ് ചെയ്തിട്ടാണ് ഓടുക. അവിടെ ചോദ്യപേപ്പർ വിശകലനം ചെയ്തിട്ട് പാറ്റേൺ കണ്ടെത്തിയിട്ട് നമ്മൾ 90% മാർക്കത്തിലേക്ക് ലക്ഷ്യമിട്ടാൽ മതി. മുഴുവൻ വിവരവും ഞാൻ ഈ സൗജന്യ ക്ലാസ്സിൽ തരുമെന്ന് പറയുന്നില്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് ഉണ്ട്, അത് തന്നെ കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾക്ക് സ്വയം പഠിക്കണമെങ്കിൽ അത് പഠിക്കുകയും ചെയ്യാം. എവിടുന്നാണ് സോഴ്സ് എന്ന് പറയാം, നിങ്ങൾ കുറച്ച് നേരം എടുക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ പെയ്ഡ് കോഴ്സിൽ ഇതിനെക്കാട്ടും കൂടുതൽ ടൂൾ ഉണ്ടാവും, നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് ഉണ്ടാവും, മറ്റു കാര്യങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. 999 രൂപയാണ് ഒരു കോഴ്സിന് നമ്മൾ നേരിട്ട് ഞങ്ങൾ മെന്റർ ചെയ്യും. അതിൽ 999 16 ഫീച്ചേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് പേഴ്സണൽ മെന്ററിങ്. അത് ഓട്ടോമേറ്റഡ് ആയിരിക്കും. മറ്റേത് ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും, ഇത്രയേ ഉള്ളൂ. മറ്റോടത്ത് ഫോളോ ചെയ്യാതിരിക്കില്ല. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും, മാസത്തിലൊരു വിളി ഉണ്ടായിരിക്കും, 2 ആഴ്ച കൂടുമ്പോൾ ജനറൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മറ്റെല്ലാ ലൈവ് ക്ലാസ്സിലും നമ്മൾ നിങ്ങളെ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കലാണ് നടക്കുക. മറ്റോടത്ത് അതല്ല, ഒരാൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. 999 ചേരാം, 10,000 ചേരാൻ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളെ ഫോളോ ചെയ്യുന്നു. കോഴ്സിനെ കുറിച്ചൊക്കെ അറിയണം എന്നുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നാൽ മതി. ഫോൺ വിളിക്കൊന്നും വേണ്ട, ടെലിഗ്രാം ചാനലിൽ ഇടയ്ക്ക് ഞാൻ ലിങ്ക് ഇടും, എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനവും തരും. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വയം പഠിക്കാൻ തയ്യാറായവർക്ക് ഇനി നിങ്ങൾ കോഴ്സിനോ മറ്റേതിനോ പോകണമെങ്കിൽ അതും ചെയ്തോളൂ. നിങ്ങൾക്ക് അവിടെ ഈ രീതിയിലാണ് കിട്ടുക. ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് പാറ്റേൺ കണ്ടെത്തി 90% മാർക്ക് നിങ്ങളെ മേടിപ്പിക്കുന്നതിനുള്ള പരിപാടി ഞാൻ പറയും. അവിടെ നിങ്ങൾക്ക് വേണ്ട ഗുണം സ്ഥിര പരിശ്രമമാണ്, ദൈനംദിന പഠനമാണ്, ചിട്ടയായ സമയക്രമമാണ്. അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ കുറേ മോട്ടിവേഷൻ ക്ലാസ് പോയിട്ട് എനർജി ആയിട്ട് കാര്യമില്ല, ആ ബാറ്ററി ഇട്ടുമിച്ചിട്ട് പോകും. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കലാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അറ്റോമിക് ഹാബിറ്റ്സ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യും, അറ്റോമിക് ഹാബിറ്റ്സ്, സയൻസ് ഓഫ് ഹാബിറ്റ്സ്. അത് വെച്ച് നോക്കി നോക്ക്, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവർ പറഞ്ഞു തരും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യപേപ്പർ വിശകലനം തരും. ഇതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനാവശ്യ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 50% വരെ കുറയ്ക്കാൻ പറ്റും. 90% മുകളിൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 to 5 റാങ്കിലെത്തും. ബാക്കി 10 ചോദ്യം നമുക്ക് വേണ്ടടോ. ഈ PYQന്റെയും SCERT ബുക്കിന്റെയും പുറത്തു വരുന്ന 10% ചോദ്യത്തിന് വേണ്ടി നിങ്ങളുടെ 50% സമയവും അതിനനുസരിച്ച് അത് റിപ്പീറ്റ് ചെയ്യലും ഒക്കെ കൂടിയായിട്ട് നിൽക്കണ്ട. മറ്റൊന്ന്, ഒരു പരീക്ഷയ്ക്ക് മാത്രം നിങ്ങൾ തയ്യാറെടുക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ ഏജ് ഓവർ ആണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ഒരു പരീക്ഷയ്ക്കല്ല, ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന പരീക്ഷയ്ക്കായിരിക്കണം നിങ്ങളുടെ മെയിൻ പ്രിപ്പറേഷൻ. അത് വിചാരിച്ചിട്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കരുത്. ഇതാണ് എൻ്റെ അവസാനത്തെ പരീക്ഷ എന്നുള്ള രീതിയിൽ തന്നെ തയ്യാറെടുക്കണം. പക്ഷെ ഏജ് ഓവർ ആവാത്ത ആളുകൾക്ക് ടെൻഷൻ ഇല്ല. ഇതിന്റെ അവസാനത്തെ പരീക്ഷയാണ്, അവസാന അടിപൊളി യുദ്ധമാണ്. പക്ഷെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ബോധേടാവണ്ട. ഏജ് ഓവർ ആയത് റിസൾട്ടിനെ കുറിച്ച് ബോധേടാവുക, അവർക്ക് കുറച്ച് ടെൻഷനൊക്കെ നല്ലതാ. അല്ലാത്തൊരു റിസൾട്ടിനെ കുറിച്ച് ബോധേടാവണ്ട. ഇതിലെ പെർഫോമൻസ് ഞാൻ കലക്കും, ഇത് തന്നെ പിടിക്കും എന്നുള്ള വാശിയിൽ മത്സരിക്കണം. ടെൻഷൻ ഇല്ല. നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ പ്രിപ്പറേഷൻ തളരില്ല. സോ അർജൻസിയിലല്ല നിങ്ങൾ കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് മുഴുവൻ അതിനുവേണ്ടി മനോഹരമായിട്ട് വിനിയോഗിക്കണം. വിശ്വസനീയമായ ഉറവിടങ്ങൾ വേണം. SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അതിലെ തെറ്റാണെങ്കിൽ പോലും PSC ഉത്തരം ശരിയായിരിക്കും. ചിലപ്പോൾ തെറ്റൊക്കെ വരും. അതിൽ മുൻവർഷ ചോദ്യ പേപ്പറുകൾ, ഇത് രണ്ടും എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അനാവശ്യമായ അധിക വിവരങ്ങൾ വേണ്ട. പഠന നേരം 50% കുറയാം. അപ്പൊ നമ്മളൊരു അറ്റോമിക് ഹാബിറ്റ്സ്, പവർ ഓഫ് ഹാബിറ്റ്സ്, സ്റ്റീഫൻ ആർ കോവയുടെ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, അങ്ങനത്തെ ഒരു 9ഓളം പുസ്തകങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ കണ്ടന്റുകൾ അടക്കം പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പഠിക്കണം, അതിൻ്റെയൊക്കെ കണ്ടന്റും ഇതിനൊപ്പം നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അടിയന്തര, അർജൻസി. ഈ ഒരൊറ്റ എക്സാം ഇതോടുകൂടി ഞാൻ തീർക്കും. എന്നിട്ട് എന്താ ഉണ്ടാവുക, ചിലപ്പോൾ പൊട്ടി അതോടുകൂടി കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെയായി. യാഥാർത്ഥ്യം നിങ്ങൾ ഏജ് ഓവർ ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ഫൈറ്റ് ചെയ്യ്. സർക്കാർ ജോലി കയറിയിട്ടില്ലെങ്കിലും വേറെ ജോലിയുണ്ട്, ഏറ്റവും ബെറ്റർ ആണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ സർക്കാർ ജോലി കിട്ടി റിസൈൻ ചെയ്ത് ഈ പരിപാടിക്ക് ഇറങ്ങിയ ആളാണ്. സർക്കാർ ജോലി ബെറ്റർ, ഫിനാൻഷ്യലിന്റെ കാര്യത്തിൽ ബെറ്റർ ആണ്, ഒരു ടെൻഷനും പ്രഷറും ഇല്ല. പക്ഷെ ഈ ടീച്ചിങ്ങിൻ്റെ ഒരു എന്താണ്, പാഷനാണ്. അങ്ങനെ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം.
അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സർക്കാർ ജോലി കിട്ടിയിട്ടില്ലായിരിക്കും അവസാന സമയത്ത്. 1.5 വർഷം നന്നായി പഠിച്ച ആർക്കും കിട്ടും. അർജന്റായിട്ട് നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്നോട് ചോദിക്കുക. നിങ്ങൾക്കൊരു 10-20,000 രൂപ വീട്ടിലുണ്ടാക്കി തരാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കത് മെല്ലെ മെല്ലെ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ മെല്ലെ മെല്ലെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറച്ച് പ്രഷറും ടെൻഷനൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ഈ വിചാരിക്കുന്ന അത്ര പ്രഷറും ടെൻഷനും ഉണ്ടാവില്ല. ഈ PSC പരീക്ഷയ്ക്കുണ്ടല്ലോ, ഇപ്പൊ ടെൻഷൻ അടിച്ച് പഠിക്കുമ്പോൾ ആ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അതിലൊരു എൻജോയ്മെന്റ് ഉണ്ടാവും. നിങ്ങളുടെ പാഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലാതെ കാശ് കിട്ടിച്ചിട്ടല്ല. ഇനി സർക്കാർ ജോലിയെ കുറിച്ചിട്ട് തീർത്തും സമാധാനത്തോടു കൂടി നിങ്ങൾക്കൊരു ജീവിതം കൊണ്ടുപോകണം. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാഷന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സർക്കാർ ജോലിയാണ്. ആ മാസം കയ്യിലൊരു അക്കൗണ്ടിൽ ആ പൈസ എത്തും. അത്യാവശ്യത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവും. നല്ല രീതിയിൽ ജീവിതം ജീവിച്ചു പോവാം. പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ട്, സുരക്ഷിതത്വമുണ്ട്. ഓക്കെ, അപ്പോ അത് കിട്ടിയിട്ടൊരു ടെൻഷൻ അടിക്കണ്ട. യെസ്, നമ്മുടെ സ്ഥിതി എങ്ങനെയാണ്? അപ്പൊ ഇതിനു വേണ്ടി നമുക്കൊരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കും. ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ അത്രേ നിങ്ങൾ ചെലവാക്കണ്ടു. ഞങ്ങളുടെ ഈ ഫ്രീ സംവിധാനത്തിന് വരുമ്പോൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഫോളോ ചെയ്യുക. അപ്പൊ അവിടെ പഠനഭാരം കുറയും. പാറ്റേണുകൾ, ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ വരും മാസത്തിൽ 2 എണ്ണം. അവിടെ നിങ്ങൾക്ക് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് SCERT ടെക്സ്റ്റ് ബുക്ക് SQR3 രീതിയിൽ പഠിക്കുക, ലൈവായിട്ട് കിട്ടും. ഒപ്പം ലൈവ് ക്വിസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ മറ്റൊരാൾ എഴുതുന്ന ഉത്തരം കാണാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് ചോദ്യം തെറ്റിയാൽ പോയിന്റ് 3 പോകും. നിങ്ങളുടെ റാങ്ക് മാറി മറിയണത് കാണാം. കൂടുതൽ ആളുകൾ വരുത്തിയ തെറ്റിനനുസരിച്ച് ഞങ്ങൾക്കത് വിശകലനം ചെയ്യാം. എന്തുകൊണ്ട് ഒരാൾ തെറ്റിച്ചു, എങ്ങനെയാണ് ഈ ചോദ്യങ്ങളെ നേരിടേണ്ടത്. ഇങ്ങനെ 2 ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് ടെക്നിക്ക് പഠിക്കാം. ഡെയിലി യൂട്യൂബ് ക്ലാസ്, ഡെയിലി എക്സാം ഉണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അധിക ദിവസങ്ങളിലും ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴേ, ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, ഇത് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രയോറിറ്റി അതിനാണല്ലോ. എന്നാൽ അധികവും ഒരു 30-25 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ദൈനംദിന പ്രവർത്തനങ്ങൾ, ദൈനംദിന പഠന പദ്ധതിയുണ്ട്. ഗവേഷണാടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ് കഴിഞ്ഞിട്ടില്ലേ, ഞാൻ കയറാൻ പോവുകയാണ്. ഞാൻ ഇതൊന്നും കംപ്ലീറ്റ് ആക്കാം. ദൈനംദിന പരീക്ഷകളുണ്ട്, ദൈനംദിന കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഈ ക്വിസുകളൊക്കെ കഴിഞ്ഞാൽ 3 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. അവിടെ വന്നാൽ ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് കിട്ടും. അപ്പൊ തന്നെ നിങ്ങളുടെ പ്രകടന വിശകലനവും കിട്ടും. നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓട്ടോമേറ്റഡ് ആയി ഞങ്ങളുടെ AI തയ്യാറാക്കിയ പ്രകടന വിശകലനം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് അറിയാം ഞാൻ ഇന്നോടത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇന്നോടത്ത് ഞാൻ കൂടുതൽ പഠിക്കണം. പ്രതിവാര മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് ദിവസവും ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. ലൈവ് ക്വിസ് ഉണ്ട്, ദൈനംദിന ക്ലാസ്സുകളുണ്ട്. ആ ദൈനംദിന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കൂടാതെ ലൈവ് ക്ലാസ് ഉണ്ട്. അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ സമയ നിയന്ത്രണവും ശീല രൂപീകരണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തന്നെത്താൻ നടക്കും. ഞങ്ങളുടെ യൂട്യൂബും ഞങ്ങളുടെ ടെലിഗ്രാമിലും വരിക. നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ വരും. നിങ്ങളുടെ ശീലം രൂപീകരിക്കപ്പെടും. ടെൻഷൻ ഇല്ലാതെ PSCക്ക് എങ്ങനെ പഠിക്കാമെന്നും ഒരു 1.5 വർഷം കൊണ്ട് ഇതെങ്ങനെ നേടിയെടുക്കാമെന്നും നിങ്ങൾക്ക് അതിനുള്ള ടൂളുകൾ മുഴുവൻ അവിടെ ലഭിച്ചിരിക്കും. സോ 50% പഠനഭാരം കുറയുന്നു, 90% മാർക്ക് എത്തുന്നു. ഒരു 1.5 മണിക്കൂർ മാത്രം മതി. ഇപ്പൊ തുടക്കത്തിൽ 1.5 മണിക്കൂർ പഠിച്ചുകൊണ്ട് PSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആരും വിചാരിച്ചിരിക്കേണ്ട. പക്ഷേ 1.5 മണിക്കൂർ നിങ്ങൾ 2 മാസം ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശീലം രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എൻ്റെ പഠന സമയം കൂട്ടണം എന്നുള്ളത്. 100% പാഠപുസ്തകത്തിലും PYQലും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സോ വിൻഡോജുവിൻ്റെ ഈ സമഗ്രമായ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരാം. ഞങ്ങളോടൊപ്പം ചേരുക. നിങ്ങൾക്ക് 1 രൂപയില്ലാതെ ടെലിഗ്രാം ചാനലിൽ ചേരാം. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റി അപ്പോൾ ഒരു ഘടന കിട്ടും. മോട്ടിവേഷൻ അല്ല, ഘടന, സിസ്റ്റമാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ജസ്റ്റ് ജെമിനിയിലോ ChatGPTയിലോ ക്ലോഡ് AIയിലോ ഇങ്ങനെയുള്ള AIകളോടൊന്ന് ചോദിച്ചു നോക്കുക. എന്താണ് അറ്റോമിക് ഹാബിറ്റ്, എന്താണ് പവർ ഓഫ് ഹാബിറ്റ്, എന്താണ് സ്റ്റീഫൻ ആർ കോവിയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൽ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നത്, എന്താണ് ആധുനിക ടൈം മാനേജ്മെന്റ് ടെക്നിക്കുകൾ, എങ്ങനെയാണ് വൾണറബിൾ, അതായത് മുറിവേൽക്കാൻ പറ്റുക. PSCക്കാർ എപ്പോഴും പഠിക്കേണ്ടതാണ്. മുറിവേൽക്കും. നമുക്ക് മുറിവേറ്റാൽ നമുക്ക് എങ്ങനെ ടെൻഷൻ ഇല്ലാതെ ആ മുറിവിനെ സ്വീകരിക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള 9ഓളം പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സോ ഈ പഠന രീതിയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ആപ്പ് മറ്റേ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് ഒന്നുണ്ട്, ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. 2-3 ദിവസം കൊണ്ട് നമ്മുടെ ടെലിഗ്രാമിലെ പഠന രീതി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാന വിഷയങ്ങളിലേക്ക് വീണ്ടും പോവാം. ഓക്കെ, പ്രധാന വിഷയങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിയല്ലോ 1930 ജനുവരി 26. ഇനി ഗാന്ധിജിയുടെ സമരങ്ങൾ ഇത് ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ നിങ്ങൾ സ്വയം പഠിച്ചു. ചമ്പാരൻ, അഹമ്മദാബാദ് ബിൽ സമരം, ഗേദ. ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം ഞാൻ പറയാം. 17, 18, വീണ്ടും 18.
ഒരു സമരം എവിടെയാണ്? ചമ്പാരൻ. ഗാന്ധിയുടെ ആദ്യ നിരാഹാര സമരം അല്ല സത്യാഗ്രഹ സമരം. അഹമ്മദാബാദ് ബിൽ സമരം, ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സമരം. ഖേദ, എവിടെയാ ഖേദ നടന്നത്? നിങ്ങൾ കമന്റ് ചെയ്യും. ഇതൊക്കെ എവിടെയാണ് നടന്നതെന്നും കൂടി പറയണം. ചമ്പാരൻ ഞാൻ ബീഹാറിലാണെന്ന് പറയും, അഹമ്മദാബാദ് ഗുജറാത്തിലാണെന്ന് അറിയുണ്ടാവും അല്ലേ? പിന്നെ ഖേദ എവിടെയാണ്? നിങ്ങൾ പറയും, കമന്റ് ചെയ്യും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ക്വിറ്റ് ഇന്ത്യ സമരം ചോദിക്കും. പ്രധാന സമരങ്ങളിൽ ക്വിറ്റ് ഇന്ത്യ സമരം ചോദിക്കും, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ചോദിക്കും, നിസ്സഹകരണ സമരവും ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം ചോദിക്കാറുണ്ട്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായികയും ക്വിറ്റ് ഇന്ത്യ സമര നേതാവിനെയും ചോദിക്കും. ഒന്ന് ജയപ്രകാശ് നാരായണാണ്, മറ്റത് അരുണ ആസഫ് അലിയാണ്. ഓക്കെ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായി നിയമങ്ങൾ ലംഘിക്കുക എന്നതായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ദണ്ഡി കടപ്പുറത്തെ യാത്ര, ദണ്ഡി യാത്ര നടക്കുന്നത് അറിഞ്ഞിരിക്കണം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം എടുത്ത തീരുമാനമാണ്. വധശ്രമം ഗാന്ധിക്കെതിരെ നടന്നിട്ടുണ്ട്. 1948 ജനുവരി 20 തന്നെ ഗാന്ധിയുടെ നേരെ ഒരു വധശ്രമം നടന്നിട്ടുണ്ട്. അപൂർവമായൊരു വസ്തുതയാണ്. ഇതാണ് ഇതിൽ വന്ന ഒരേ ഒരു പുതിയ ചോദ്യം. ഒരേ ഒരു പുതിയ ചോദ്യം ഈ 50 എണ്ണത്തില്. ബാക്കി 49 എണ്ണം SCRT PYQ വന്നതാണ്. അത് നമ്മുടെ കയ്യിലായി. 1948 ജനുവരി 20 ആദ്യം ഒരു വധശ്രമം ഗാന്ധിക്കെതിരെ നടന്നിട്ടുണ്ട്. ഇനി ഖിലാഫത്ത് പ്രസ്താവനം, അത് വന്നിട്ടുണ്ട് ഈ 50 ചോദ്യങ്ങളിൽ. അതിന്റെ നേതാക്കന്മാർ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അലി സഹോദരന്മാരാണ്. സ്വരാജ് പാർട്ടി 1923 സ്ഥാപകൻ CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിക്കാണ് ഇന്ത്യക്ക് ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന സ്വന്തമായിട്ട് വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട ആളാരാണെന്ന് ചോദിച്ചാൽ അത് MN റോയിയാണ്. MN റോയിനെ ഓർക്കുമ്പോൾ ജനകീയ പ്ലാൻ അത് ആവിഷ്കരിച്ചത് ആരാണ്? പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ചതും MN റോയിയാണ്. പ്രധാന സംഭവങ്ങളിൽ 1857 കലാപം ചോദിക്കും. ആ കലാപത്തിൽ ഓരോ പ്രദേശത്തും നേതൃത്വം കൊടുത്ത ആൾക്കാർ ആര്? അതിലധിക ചോദ്യവും SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളെ വരാറുള്ളൂ. നാനാ സാഹിബ് എവിടെയാണ്? കാൺപൂരിൽ അല്ലെ? നാനാ സാഹിബ് എവിടെയാണ്? കാൺപൂരിൽ. ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ചോദിക്കും. ഫൈസാബാദിൽ മൗലാന ആരാ? മൗലാന ഒന്ന് പറയൂ. മൗലാന ആരാണ്? ഇതൊക്കെ SCRT ബുക്കിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ജാലിയൻ വാലാബാഗ് ദുരന്തം ചോദിക്കും. 1919 ഏപ്രിൽ 13. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ നടന്നു. ഈ രണ്ടാം വട്ടമേശ സമ്മേളനം പോലെ തന്നെ ഈ ചോദ്യപേപ്പറിൽ നിന്നും വന്നിട്ടില്ലെങ്കിലും ചോദിക്കുന്ന ഒന്നാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആളെ കുറിച്ച് ചോദിക്കും. അത് ആരാണ്? അത് അംബേദ്കറാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് നേരത്തെ ഞാൻ പറഞ്ഞു, സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോൻ ആയിരുന്നു. മൗണ്ട് ബാറ്റൻ പദ്ധതി വിശദമായി ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ ബംഗാളും പഞ്ചാബും വിഭജിക്കും. ബംഗാളും പഞ്ചാബും മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗാളും ഉണ്ടായി, മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചാബും ഉണ്ടായി. അത് പാകിസ്ഥാനിലേക്ക് പോയി. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക രാജ്യം അനുവദിക്കും. അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കും. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കും എന്നായിരുന്നു ആ പ്രസ്താവനയിലെ തെറ്റ്. അത് SCRT ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിച്ചു പോകുന്ന ഒരാൾക്കാണ് ശരിയായി അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതതിലില്ല. അത് SCRT ടെക്സ്റ്റ് ബുക്കിൽ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി, HN കുൻസുറു, KM പണിക്കർ. ഓർത്തിരിക്കുക, KM പണിക്കരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 50 ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിക്കണം? അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ KM പണിക്കർ, മറ്റു പ്രമുഖർ. സർദാർ KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്നു. കേരള സിംഹം എന്ന നോവൽ രചിച്ചു. ഇതൊക്കെ SCRT പാഠഭാഗമാണ്. കേരള സംസ്ഥാന രൂപീകരണം 1956 നവംബർ 1 ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതും 1956 ഇനി ഓപ്ഷനിലുള്ള ആളുകളെ നിങ്ങൾ പഠിക്കണം. പഴശ്ശിരാജ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാളി, ഗറില്ല യുദ്ധം. ഓക്കെ. മാർത്താണ്ഡവർമ്മ, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, വില്യം ലോഗൻ, മലബാർ മാനുവൽ. ഇപ്പൊ നോക്കൊരു ചോദ്യത്തിൽ വന്നതാണ് ഐക്യ കേരള ഗ്രന്ഥം. ഐക്യ കേരള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട് EMS എഴുതിയ കേരളം ഒരു ഒറ്റ 3
പ്രദേശങ്ങളും കൂടി മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒറ്റ രാജ്യമാവണം, ഒറ്റ സംസ്ഥാനമാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് EMS എഴുതിയ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. പക്ഷെ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കേളപ്പൻ തൊട്ടുള്ള ആളുകളാണ്. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ മീറ്റിങ്ങുകൾ നിങ്ങൾ വിശദമായി പഠിക്കണം. ഞാൻ ചരിത്രവുമായി ബന്ധപ്പെട്ട 16 ക്ലാസ്സുകൾ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് കഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കാണുക. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. 2000 മുതൽ 2024 ചോദ്യങ്ങൾ, ഇപ്പൊ 2025 LDC ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയി, എല്ലാ ഹിസ്റ്ററി ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയി. ഇനി ഒരു ക്ലാസ്സും കൂടിയേ വേണ്ടുള്ളൂ. അത് ഇതല്ലാതെ, അതായത് ഈ LDC ടൈപ്പ് അല്ലാതെ 10th ലെവലിൽ കുറെ എക്സാം നടന്നിട്ടുണ്ട്, ഏകദേശം 105ഓളം ചോദ്യങ്ങൾ. അതും കൂടി കവർ ചെയ്താൽ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആവും, ഇന്ത്യ ചരിത്രം പകുതി ആയിട്ടുണ്ടാവും, നമ്മുടെ ലോക ചരിത്രവും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആ വീഡിയോ ക്ലാസ് ഒക്കെ ഒന്ന് കാണുക. ഓക്കെ, അടുത്തത് 1.25 കോടി മലയാളികൾ. ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഐക്യ കേരളം എന്ന ആശയത്തെ പ്രമേയമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന രേഖയാണ്. ഇത് കേരളം രൂപപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി EMS രേഖപ്പെടുത്തിയതാണ്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവാണ്, ഒരു പ്രമുഖ എഴുത്തുകാരനാണ്, ചിന്തകനാണ്. ഐക്യ കേരളം എന്നുള്ളതിൽ നിങ്ങൾ ഓർക്കേണ്ടത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയെ ഒരുമിപ്പിച്ച് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു ഐക്യ കേരളം എന്ന ആശയം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. അതിന്റെ ഭാഗമായി 1900 നവംബർ 1 കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചു. മറ്റൊരു ചോദ്യം ഈ ചോദ്യ പേപ്പറിൽ വന്നത്, 50 എണ്ണത്തിലെ ഒരു ചോദ്യ പേപ്പറിൽ 5 എണ്ണം നമ്മളൊന്ന് വിശദീകരിച്ച് പഠിക്കുകയാണ്. മറ്റേതൊക്കെ ഞാൻ പോയിന്റ്സ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇതോടുകൂടി ഞാൻ പറഞ്ഞു പോകും. ഇപ്പൊ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യയും ചൈനയുമാണ്. അപ്പൊ അതിന്റെ അനുബന്ധ വസ്തുക്കൾ SCRT-യിൽ എന്താ? കൊളോണിയലിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ പ്രതിരോധം, ഇന്ത്യയുടെ വിദേശ നയം എന്ത് എന്ന് ചോദിക്കും. പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയും ഒപ്പിട്ടതാണ്, നെഹ്റു രൂപപ്പെടുത്തിയതാണ്. പഞ്ചശീല തത്വങ്ങളായിരുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാട്ടാ, ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാനെന്ന് മാത്രം. ആ വിദേശ നയത്തിന്റെ പ്രാധാന്യം ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. കൊളോണിയലിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ പ്രതിരോധം. ഇന്ത്യയുടെ വിദേശ നയത്തിന് എന്തായിരുന്നു നെഹ്റുവിന്റെ കാലത്ത്? കൊളോണിയലിസം, സാമ്രാജ്യത്വം, ഇതിന് രണ്ടിനും എതിരായ പ്രതിരോധം. വർഗീയതയോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിൽ വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, അത് പഞ്ചശീല തത്വത്തിലുള്ളതാണ്. പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഊന്നൽ, ചേരിചേരാ നയം. പഞ്ചവത്സര പദ്ധതി പറയുകയാണെങ്കിൽ നമ്മൾ സ്വാശ്രയത്തിന് മുൻതൂക്കം കൊടുക്കണം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ചോദിച്ചാൽ സ്വാശ്രയത്തിന് മുൻതൂക്കം കൊടുക്കണം. വിദേശ നയം പറഞ്ഞാൽ പരസ്പരാശ്രയത്തിന് മുൻതൂക്കം കൊടുക്കണം. പരസ്പരാശ്രയവും സഹവർത്തിത്വവും രണ്ടും മാറിപ്പോകരുത്. പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ സ്വാശ്രയത്വം, വിദേശ നയം ചോദിച്ചാൽ പരസ്പരാശ്രയവും സഹവർത്തിത്വവും. എന്തൊക്കെയുണ്ട് അതില്? ചേരിചേരാ നയമുണ്ട്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയുണ്ട്, പഞ്ചശീല തത്വങ്ങളുണ്ട്, സമാധാനപരമായ സഹവർത്തിത്വമുണ്ട്, ഐക്യരാഷ്ട്രസഭയിൽ വിശ്വാസമുണ്ട്, വർഗീയതയോടുള്ള വിദ്വേഷമുണ്ട്, കൊളോണിയലിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ പ്രതിരോധമുണ്ട്. ഡീറ്റെയിലിൽ നോട്ട് എഴുതിയിരിക്കണം, നന്നായിട്ട് മനസ്സിലുറപ്പിക്കണം. ഇതൊക്കെ ഈ 50 ചോദ്യങ്ങളുടെ പോയിന്റാണ് ഞാൻ പൊതുവായി പറയുന്നത്. ഓരോ ചോദ്യം എടുത്ത് വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. നേരത്തെ ചോദ്യം, ആ ചോദ്യവുമായി കണക്റ്റഡ് ആയിട്ടുള്ള SCRT ഭാഗം. പഞ്ചശീല തത്വങ്ങൾ 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെക്കുന്നത്. കൊല്ലം ഓർത്തു വെക്കണം, 1954. ആരൊക്കെയാ പ്രധാനമന്ത്രിമാര് ചോദിച്ചിട്ടുണ്ട്? SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായിയുമാണ്. പഞ്ചശീല കരാർ ചൈനയുമായി ഒപ്പുവെച്ചുവെങ്കിലും എല്ലാ രാജ്യങ്ങളോടും ജനങ്ങളോടുമുള്ള നമ്മുടെ സമീപനത്തിന്റെ ഒരു അടിസ്ഥാന രേഖയുമാണ്. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? പ്രാദേശിക സമഗ്രതയ്ക്കും പരമാധികാരത്തിനും വേണ്ടിയുള്ള പരസ്പര ബഹുമാനം. ഓരോ രാജ്യത്തിന്റെയും പ്രാദേശിക സമഗ്രത, ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം, അതിനോട് നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ ചോദ്യം ചെയ്യില്ല. അമേരിക്ക ഇറാനോട് ചെയ്ത പോലെ നമ്മൾ ചെയ്യില്ല. പരസ്പര ആക്രമണമില്ലായ്മ, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കില്ല. പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ, നമ്മൾ പോയിട്ട് ചൈനയുടെ ആഭ്യന്തര കാര്യത്തിലോ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യത്തിലോ പോയിട്ട് ഇടപെടില്ല. ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട് വെച്ചിട്ട് അവിടേക്ക് തല നീട്ടിയിട്ട് ഇന്ത്യ ഇടപെടരുത് എന്നായിരുന്നു നെഹ്റുവിന്റെ അഭിപ്രായം. ഇന്ത്യയുടെ കാര്യത്തിൽ ഇവരും ഇടപെടരുത്.
പരസ്പര നേട്ടത്തിനായി തുല്യതയും സഹകരണവും. പരസ്പരം തുല്യ രാജ്യങ്ങളെ പോലെ, ചെറുതും വലുതുമല്ല, അങ്ങനെ സഹകരണം, സമാധാനപരമായ സഹവർത്തിത്വം. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളോടും നാടിനോടൊക്കെ അനുവർത്തിക്കാൻ പറ്റാവുന്ന പഞ്ചശീല തത്വമാണ്. പരസ്പരം പ്രാദേശിക സമഗ്രത, ഒരാളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക, അയാളുടെ വീട്ടിലത്തെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, അയാൾക്ക് ആവശ്യമായിട്ടുള്ള അധികാര മേഖല ഉണ്ടല്ലോ അവിടേക്ക് നിങ്ങൾ കയ്യേറാതിരിക്കുക, പരമാധികാരം, അതിനൊരു പരസ്പര ബഹുമാനം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുക. അങ്ങോട്ട് ആക്രമിച്ചാൽ തന്ത്രപൂർവ്വം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക, പരസ്പരം ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. അയാളുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും അയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇടപെടാൻ പോകണ്ട. നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ഉപദേശമൊന്നും കൊടുക്കാൻ പോകണ്ട. അപ്പം മാഷ് എന്താക്കി ഉപദേശം തരാൻ പോകണമെന്ന് ചോദിക്കും. ഞാൻ LDC വേണ്ടിയിട്ടാണ് ഉപദേശം, നിങ്ങൾക്ക് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഉപദേശം അല്ലേ, പറയണേന് വിപരീതം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പരസ്പര നേട്ടത്തിനായി തുല്യതയും സഹകരണവും. സോ നമുക്ക് നേട്ടമുണ്ട്, വിൻ വിൻ സിറ്റുവേഷൻ. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നേട്ടമുണ്ട്, ഞങ്ങൾക്കും ഒരു നേട്ടമുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡിങ് നടക്കും. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, വിൻഡോജു എന്നുള്ള നിലയിൽ എന്താണ് ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങളുടെ എന്താണ് ക്വാളിറ്റി എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനത്തെ ഒരു സഹകരണമാവാം. സമാധാനപരമായ സഹവർത്തിത്വം. ഓക്കെ, 1857 കലാപത്തെ കുറിച്ച് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു 1857 കലാപത്തിന് നാനാ സാഹിബാണ് നേതൃത്വം നൽകിയത്. കാൺപൂരാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഓർക്കണം. 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു നിങ്ങൾ എടുത്തു നോക്ക്. ഇതേ ചോദ്യം നിങ്ങൾ ഇത് പഠിച്ചിട്ട് മതി, വേറെ കുറേ പ്രദേശങ്ങൾ കാണാൻ 100 എണ്ണൊക്കെ കാണാൻ ചില ലിസ്റ്റ് ചിലവർ എനിക്ക് അയച്ചു തരും. 100 എണ്ണൊക്കെ വെച്ചിട്ട് ഒന്നും ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതാ, ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കാൺപൂര് നാനാ സാഹിബ് താന്തിയ തോപ്പി, ഝാൻസി റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി എന്നറിയാലോ, മണികർണിക എന്നാണ് അവരുടെ പേര്. ലക്നൗ ബീഗം ഹസ്രത് മഹൽ. ലക്നൗവിലാരാണ്? ബീഗം ഹസ്രത് മഹൽ. ഇവരേയും ബഹദൂർ ഷാ രണ്ടാമനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്, അസംഗർ പ്രഖ്യാപനം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബഹദൂർ ഷാ രണ്ടാമനെയാണ് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെയോടൊപ്പം മംഗൾ പാണ്ഡെയെ പിടിച്ചുകൊടുക്കാൻ സഹായിച്ചില്ല എന്നുള്ള കാര്യത്തിൽ തൂക്കിലേറ്റപ്പെട്ടാൽ ഈശ്വരി ചന്ദ്രപ്രസാദാണ്. ഓക്കെ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. ആറയിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ആറയിൽ കൻവർ സിംഗ് ആണ്. നോക്കൂ, ഇനി അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഒരു ചോദ്യം ഇതിൽ വന്നത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. ഡീറ്റെയിൽഡ് ക്ലാസ്, ഒന്നാമത്തെ പാഠം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ കിട്ടും. അത് പഠിച്ചോ, അധികവും നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെ നടന്നു? ഫിലാഡൽഫിയ. അവിടെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ കാലഘട്ടം മാത്രം പറഞ്ഞു പോകുന്നു. ഇവിടെ സ്പീഡായിട്ടൊന്ന് പോകും. 1774 മുതൽ 1981 വരെയാണ് അമേരിക്കൻ വിപ്ലവം. ഇംഗ്ലണ്ടിന്റെ തെറ്റായ നികുതി നിയമമാണ് അമേരിക്കൻ വിപ്ലവത്തിന് കാരണം. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആ ക്ലാസ് കാണുക. മെർക്കന്റിലിസ്റ്റ് നിയമം നിങ്ങൾ ഓർക്കണം, അത് ഇതിന് പ്രധാനപ്പെട്ട കാരണമാണ്. നാവിക നിയമം, സ്റ്റാമ്പ് നിയമം, ഇറക്കുമതി ചുങ്കം, സൈനികർക്ക് സൗകര്യമൊരുക്കൽ, ഇതൊക്കെ ആ വിപ്ലവത്തിന് കാരണമായതാണ്. ചിന്തകന്മാരുടെ സ്വാധീനം, ജെയിംസ് ഓട്ടിസ്, ഇതൊക്കെ പാഠപുസ്തകത്തിലുള്ളതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ചോദിച്ചിട്ടുണ്ട്. ജോൺ ലോക്ക്, മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. തോമസ് പെയിൻ, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങൾ 1973. ഈ പ്രധാന സംഭവങ്ങൾ 1873 ആട്ടാ. ഇവിടെ ഞാൻ പറയുന്നില്ല, ആ ഭാഗത്ത് നടന്നിട്ടുണ്ട് ഓരോന്നും. അത് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയത് 1873 അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗത്തോട് പോയാക്കിയാൽ മതി. ഇനി ഈ വിപ്ലവത്തിന്റെ ഫലങ്ങൾ, പ്രാധാന്യം, ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വിപ്ലവത്തിന്റെയും ഫലങ്ങളെ കുറിച്ച് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനമേകി, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയും ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കയുടേതാണ്. ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ്. ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, കടമെടുത്ത ഭരണഘടന എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടേതാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശവും നൽകുന്ന ഫെഡറൽ എന്ന ആശയം. അപ്പൊ റിപ്പബ്ലിക്കൻ,
ഫെഡറൽ എന്നുള്ള ആശയങ്ങൾ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. ജോർജ് വാഷിംഗ്ടൺ ആദ്യ പ്രസിഡന്റ്. ഇനി 5 ചോദ്യം വേണ്ടിടത്ത് ഞാൻ പറഞ്ഞു ചില പരീക്ഷകളിൽ 6 ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വന്ന 6ാമത്തെ ചോദ്യമാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, പക്ഷേ UN-മായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. അന്റോണിയോ ഗുട്ടറസ് എന്നാണ് ചുമതലയേറ്റത് എന്ന് അറിയണം. കാരണം ദീർഘകാലമായി അദ്ദേഹം എന്താണ് ഇതിന്റെ സെക്രട്ടറി ജനറൽ ആണ്. 2017 ജനുവരി 1 ഓർത്തു വയ്ക്കാൻ എളുപ്പമുള്ള 8 കൊല്ലം മുമ്പേ 2017 ജനുവരി 1. അദ്ദേഹത്തിന്റെ കാലാവധി 2022 ജനുവരി 1 ഫസ്റ്റ് ടൈം അവസാനിച്ചു. പക്ഷെ അദ്ദേഹത്തിന് പുതുക്കി കൊടുത്തു. ഇത് പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. പോർച്ചുഗൽക്കാരനാണ്. പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. UNHCR അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭയാർത്ഥി വിഭാഗത്തിന്റെ ഹൈക്കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയെ ഓർക്കുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭ ഉണ്ടായത് ഓർക്കുക. അവിടെ ലോക സമാധാനം, സുരക്ഷ, അന്താരാഷ്ട്ര സഹകരണം, ഇത് 3ഉം നിങ്ങൾ ഓർക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യത്തിൽ ലോക സമാധാനമുണ്ട്, സുരക്ഷയുണ്ട്, അന്താരാഷ്ട്ര സഹകരണമുണ്ട്. ഇപ്പോൾ ഒരു ചുക്കിനും ചൂരിനും ഒരു ഗുണമില്ലാത്ത സാധന. ഓക്കെ, എന്നാലും ഓർത്ത് വെക്കണം. സ്ഥാപിത വർഷം 1945 ഒക്ടോബർ 24 1944 നിങ്ങൾ ഓർക്കണം. എക്കണോമിക്സിൽ പ്രധാനപ്പെട്ടതാണ് ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ ഏതൊക്കെയാണ്? ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കുമാണ്. രണ്ടും സ്ഥാപിക്കപ്പെട്ടത് 1944 രണ്ടിന്റെയും തലസ്ഥാനം വാഷിംഗ്ടൺ ആണ്. ഇത് ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്ന് പറയും. ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. നിലവിൽ 193 അംഗരാജ്യങ്ങളുണ്ട്. ഓർക്കണം, നിലവിൽ 193 അംഗരാജ്യങ്ങളുണ്ട്. എവിടെ? UN-ൽ. എന്താ ലക്ഷ്യം? SCERT ബുക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദപരമായ ബന്ധങ്ങൾ വികസിപ്പിക്കുക, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, മനുഷ്യാവകാശങ്ങളെയും മൗലിക സ്വാതന്ത്ര്യങ്ങളെയും ബഹുമാനിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രധാന ലക്ഷ്യങ്ങൾ ഓർത്തിരിക്കണം. പ്രസ്താവന ടൈപ്പ് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തണം, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദപരമായ ബന്ധങ്ങൾ വികസിപ്പിക്കണം, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുക. ഈ 3 ടേം നിങ്ങൾ പിന്നീട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഏതിനെ കുറിച്ച് പറയുമ്പോൾ EMSന്റെ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകം വരുമ്പോഴും ഞാൻ പറഞ്ഞു സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ചരിത്രം. ഇതെന്താ അർത്ഥമാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒന്നുകൂടി വിശാലമാവുകയും പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒന്നും കൂടി എളുപ്പത്തിലാവാനും പറ്റും. ഇപ്പൊ എക്കണോമിക്സിൽ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ച് ധാരാളം ചോദ്യങ്ങളാണ്. അവിടെ ലിബറലൈസേഷൻ എന്താണെന്ന് SCERT ബുക്കിലുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇങ്ങനെ ഓരോ ടേം ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. സാമ്പത്തിക പരിഷ്കാരവും നവസാമ്പത്തിക പരിഷ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. സാമ്പത്തിക പരിഷ്കാരം 1991 വരുന്നത്. മൻമോഹൻ സിംഗും നരസിംഹറാവു ഗവൺമെന്റുമാണ്. സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. എന്നാൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ പരിപൂർണമായും ഒഴിവാക്കണം എന്നുള്ളത് അത് നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ SCERT ബുക്ക് നല്ലതാണ്. SCERT സീരീസുകൾ നമ്മുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഒപ്പം തന്നെ ഓരോ ചോദ്യവും നമ്മൾ ഇതുപോലെയല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. ഇവിടെ ഇപ്പം നമുക്ക് നടക്കില്ല, പെട്ടെന്ന് തീർക്കാനുള്ളതുകൊണ്ട് മനുഷ്യാവകാശങ്ങളെയും മൗലിക സ്വാതന്ത്ര്യങ്ങളെയും ബഹുമാനിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മുന്നുള്ള സെക്രട്ടറിമാരെ കൂടി ഓർത്തു വെച്ചോളൂ. കോഫി അന്നൻ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഗാനയിൽ നിന്നായിരുന്നു. ഇദ്ദേഹമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി. ബാൻ കി മൂൺ ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള മുൻ ജനറൽ സെക്രട്ടറിയാണ്. ട്രിഗേലി നോർവേയിൽ നിന്നുള്ള മുൻ സെക്രട്ടറി ജനറലാണ്. അപ്പോൾ ചരിത്ര വിഷയത്തിന് സിലബസിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകും. 5 മാർക്കാണെങ്കിൽ 6 മാർക്ക് ഇവിടെ പ്രതീക്ഷിക്കാം ചിലയിടത്ത്. ഇതിൽ വന്നിട്ടുള്ളത് കേരള ചരിത്രത്തിന് 2 ചോദ്യം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ചേരിചേരാ നയവും അതുപോലെ തന്നെ UN-ഉം തമ്മിൽ 2 ചോദ്യം, ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രത്തിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ. ഈ 5 മാർക്കാണ് നിങ്ങൾക്ക് PSCയിൽ കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ബാക്കി 50 ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ബാക്കി 50 ചോദ്യങ്ങളിൽ ഇതിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പറഞ്ഞു ആദ്യ സംസ്ഥാനം, നേരത്തെ നമ്മൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണെന്ത്?
ആന്ധ്രാപ്രദേശ്. പഞ്ചശീല തത്വങ്ങൾ നമ്മൾ പറഞ്ഞു. ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. കൊല്ലം ഓർക്കുക 1954. കേരള ചരിത്ര നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 1939 അദ്ദേഹം KPCC പ്രസിഡന്റാണ്. നോർമലായിട്ട് നമ്മൾ ഓർത്തിരിക്കില്ല, പക്ഷെ മുൻകാല PSC ചോദ്യ പേപ്പറുകളിലുണ്ട്. 39 KPCC പ്രസിഡന്റാണ്. എന്നാൽ നമ്മൾ ഓർത്തു വെക്കുന്ന ഒരു കാര്യമുണ്ട്. 1930 ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. ആ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് 1929 കോൺഗ്രസ് സമ്മേളനം, ലാഹോറിൽ നടന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. 30 ഇന്ത്യ എമ്പാടും സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ആ നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് നിയമം ലംഘിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ പൊതുവായി ഗാന്ധിയുടെ നേതൃത്വത്തിൽ പൊതുവായി ഇന്ത്യക്ക് വേണ്ടി ദണ്ഡി കടപ്പുറത്ത് ഓരോ സംസ്ഥാനത്തും നടന്നു. അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് നടന്നിട്ടുണ്ട്? ഇന്ത്യയിലെമ്പാടും ഓരോ സംസ്ഥാനത്തും നടന്നിട്ടുണ്ട്. കേരളത്തിൽ നടന്നത് 2 സ്ഥലത്ത്. ഒന്ന് പയ്യന്നൂര് നേതൃത്വം നൽകിയത് കേളപ്പൻ. പയ്യന്നൂർ ആരാ നേതൃത്വം നൽകിയത്? കേളപ്പൻ. അതിന്റെ മാർച്ചിങ് സോണാണ് വരിക വരിക സഹചരേ സഹന സമര സമയമായി, അല്ലെ? വരിക വരിക സഹചരേ സഹന സമര സമയമായി. ഞാനതാ പറയുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് കുറച്ച് സഹിക്കാൻ തയ്യാറാവണം. സന്തോഷത്തോടു കൂടി. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതുപോലെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ? ആന്തരികവും ബാഹ്യവുമായ എല്ലാ പാരതന്ത്ര്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ബാഹ്യമായ സ്വാതന്ത്ര്യം എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. മാത്രമല്ല നിങ്ങൾക്ക് പുറമേ നിന്ന് കിട്ടുന്ന അംഗീകാരം. ഇത് വലിയ കാര്യമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ. മാത്രമല്ല നിങ്ങളുടെ ജീവിത സുരക്ഷ. അച്ഛനോ അമ്മയ്ക്കോ അസുഖം വന്നാൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്ന രീതി. അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ. നമുക്ക് ടൈം ലിവറേജ്, സമയത്തിന് പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കണം, അതിനിടയിൽ കുടുംബത്തിലെ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ടൈം ലിവറേജ് കിട്ടും. കാരണം നിങ്ങളുടെ കയ്യിൽ നല്ല കാശ് കിട്ടും. കുറഞ്ഞ നേരം പതി സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്യാൻ. അങ്ങനെ ഒരു ബാഹ്യമായ സ്വാതന്ത്ര്യം കിട്ടും. പിന്നെയോ ആന്തരിക സ്വാതന്ത്ര്യം കിട്ടും. എന്താ ആന്തരിക സ്വാതന്ത്ര്യം? അത് നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടിയാൽ മനസ്സിലാവും. ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോൾ, മറ്റെല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ നമുക്ക് ആന്തരികമായി. ഇപ്പൊ നമ്മൾ പലരുടെ മുന്നിലും ഒന്ന് ചൂളലൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും വേണ്ട. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ, മുന്നോട്ട് ചാടാൻ ഒരു പ്രശ്നമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു വീട് വെക്കണം എന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ ആന്തരികമായിട്ട് തടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ആന്തരിക സ്വാതന്ത്ര്യം കിട്ടും. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം മോക്ഷത്തിനുതകുന്നതാകണം. അത് മരണാനന്തരമുള്ള മോക്ഷമല്ല, ആന്തരികവും ബാഹ്യവുമായ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. ഓർത്തു വെച്ചോ. ഈ 2 സ്വാതന്ത്ര്യവും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തോടു കൂടി ലഭിക്കും. കിട്ടട്ടെ. ഇത് കിട്ടുകയും ചെയ്യും. ഇത് ലോട്ടറി അല്ല, ഒരു മാരത്തൺ ആക്കി എടുക്കുക. അപ്പൊ 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ കോഴിക്കോട് വെച്ച് അറസ്റ്റ്. അത് അബ്ദുറഹിമാൻ സാഹിബിനെയാണ്. പയ്യന്നൂരിൽ കേളപ്പനാണ്. അതിന്റെ മാർച്ചിങ് സഹായിരുന്നു അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരേ സഹന സമര സമയമായി. ഇത് PSC പരീക്ഷയായി. ഈ ഒരു വർഷം ഞാൻ നിങ്ങളോട് പറയണു, ഒരു വില്ലോജുവിലേക്ക് വരിക വരിക സഹചരേ സഹന സമര സമയമായി. അപ്പോ അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനാരാ? അത് ഫോർവേഡ് ബ്ലോക്കാണ്. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് കൂടിയായിരുന്നു. ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ നാഷണൽ ആർമി അത് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതാവായിരുന്നു. പക്ഷെ നമുക്കറിയാം അത് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. അതേസമയം ഫോർവേഡ് ബ്ലോക്ക് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അത് എന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ കൂടി അദ്ദേഹമാണ്. സഹോദരൻ അയ്യപ്പൻ. നിങ്ങൾ ഓരോ നവോത്ഥാന നായകരും സ്ഥാപിച്ച ചില സംഘടനകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അത് ഓർത്തു വെക്കണം. ഇപ്പൊ സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ നവോത്ഥാന നേതാവ് കൂടിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ഓർക്കണം, വൈകുണ്ഠസ്വാമികളുടെ പുസ്തകങ്ങൾ ഓർക്കണം. അഖിലത്തിരുട്ട്, അരുൾനൂൽ തുടങ്ങിയ പുസ്തകങ്ങൾ. അദ്ദേഹത്തിന്റെ മതവിശ്വാസമായ, അദ്ദേഹം രൂപീകരിച്ച പുതിയ മതവിശ്വാസമായ അയ്യാവഴി ഓർക്കണം. അദ്ദേഹത്തിന്റെ ദർശനം കൂടിയാണത് അയ്യാവഴി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം പൊതുജനങ്ങൾക്കായി കുഴിച്ച കിണറുകൾ, മണിക്കിണർ, അതിനൊരു പേരുണ്ട്, എന്റെ വായിൽ കടന്ന് കളിക്കുന്നു. എന്തായാലും പിന്നെ പറയാം. വായിൽ കടന്ന് കളിക്കുന്നു. എനിക്കിപ്പോ ഓപ്ഷൻ കിട്ടിയാൽ പറയാൻ പറ്റും. പെട്ടെന്ന് വായിൽ കടന്ന് കളിക്കുന്നു.
ഓക്കെ, ആരെങ്കിലും അറിവുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്ഷനിലൊന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, അതിനൊരു പേരുണ്ട്, രസകരമായ ഒരു പേരാണ്. ഓക്കെ, അതുപോലെ തന്നെ കണ്ണാടി പ്രതിഷ്ഠ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ സമരം, അതായത് മാറു മറയ്ക്കാൻ വേണ്ടി ചാന്നാർ സ്ത്രീകൾ നടത്തിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭത്തിന്, അതിന് ദാർശനികമായി തത്വശാസ്ത്രപരമായി ഊർജം കൊടുത്തത് വൈകുണ്ഠസ്വാമികളാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘമാണ് 1917 കൊല്ലമൊക്കെ ഓർക്കണം. അതുപോലെ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ചോദിച്ചു. യോഗക്ഷേമ സഭ അത് സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹത്തിന്റെ നാടകമാണ്. അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയ ഒരു ജാഥ ചോദിക്കാറുണ്ട്, യാചനായാത്ര. യാചനായാത്ര വളരെ പ്രധാനപ്പെട്ട ചോദിക്കാറുണ്ട്. അതിന് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. യാചനായാത്ര നമ്പൂതിരി സമുദായത്തിലെ ദരിദ്രരായ ബാലികാ ബാലന്മാർക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ധനം സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്രയാണ്. ചേട്ടൂർ ശങ്കരൻ നായരല്ല, ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ 1897 അധ്യക്ഷത വഹിച്ചു. കെ എം പണിക്കർ നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററി ഓഫ് കേരള. അതുപോലെ തന്നെ ഐക്യ കേരളം തമ്പുരാൻ മഹാരാജ കേരളവർമ്മയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തൃശ്ശൂരിൽ വെച്ച് ഒരു ഐക്യ കേരള സമ്മേളനം നടക്കുന്നുണ്ട്. ആ ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന മഹാരാജ കേരളവർമ്മയായിരുന്നു. കൊച്ചി രാജ്യത്തിലെ രാജാവായിരുന്നു. അദ്ദേഹത്തെ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നു. നിങ്ങൾ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഐക്യ കേരള പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിരിക്കണം. പ്രധാന വ്യക്തിത്വങ്ങൾ EMS നമ്പൂതിരിപ്പാട്, 1.25 കോടി മലയാളികൾ. വനിതാ നേതാക്കളെ കുറിച്ച് ചോദിച്ചു, നന്നായിട്ട് അറിയണം. AV കുട്ടിമാളുവമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീമിനും തന്നു, എന്നിട്ട് T സുനന്ദാമ തന്നു. അവര് എന്തല്ല, വനിതാ നേതാക്കന്മാരല്ല. അപ്പൊ എല്ലാ വനിതാ നേതാക്കന്മാരും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണോ? 4 ഓപ്ഷൻ അല്ലേ സുഹൃത്തുക്കളെ തരിക. അതിൽ AV കുട്ടിമാളുവമ്മയും അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ 4ാമത്തെ ആള് T സുനന്ദാമയാണെന്ന് അറിഞ്ഞൂടെ? പക്ഷെ പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നാൽ പണി കിട്ടും. അതുകൊണ്ട് വനിതാ നേതാക്കന്മാരെ അറിയണം. ഏതെല്ലാം വനിതാ നേതാക്കന്മാരുണ്ട്? വളരെ കുറച്ച് ആൾക്കാരെ പഠിക്കാനുള്ളൂ. ഇപ്പൊ അതില് നമുക്കറിയാം, അക്കാമ ചെറിയാനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ, അക്കാമ ചെറിയാൻ എന്താണ്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ട ആളാണ് അക്കാമ ചെറിയാൻ. ഒരു രാജധാനി മാർച്ചൊക്കെ അക്കാമ ചെറിയാൻ നടത്തുന്നുണ്ട്. രാജധാനി മാർച്ച് അക്കാമ ചെറിയാനുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഒരു മാർച്ചാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. വൈക്കം സത്യാഗ്രഹം 1924 നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. 2024 അതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത്. അത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ളത് 1930 ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1924 വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള പൊതുവഴിയിലൂടെ അവർണന്മാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം 1931 സിവിൽ നിയമലംഘന പ്രസ്ഥാനം കഴിഞ്ഞതിന് ശേഷം. അതിന്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്. സെക്രട്ടറി കെ കേളപ്പനാണ്. അതിന്റെ നേതാവ് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹം കേളപ്പനാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവനാണ്. കെ കേളപ്പനൊക്കെ ഉണ്ടതില്. TK മാധവനാണ് അദ്ദേഹത്തിന്റെ നേതാവ്. TK മാധവനെ നിങ്ങൾ ഓർക്കുമ്പോൾ 1920കളിൽ നടന്ന കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ, ആ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഏത് അയിത്തത്തിനെതിരായ ആദ്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച ആളാണ് TK മാധവൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട്, അത് ഓർക്കണം. കാക്കിനാട സമ്മേളനം, അയിത്തത്തിനെതിരായ പ്രമേയം, അത് TK മാധവൻ. ആ TK മാധവൻ തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെയും നേതാവ്. 24 ഉപവാസം ആരംഭിച്ച കൊല്ലം ഓർക്കണം. ഇപ്രാവശ്യത്തെ PSC പരീക്ഷയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. 1932 സെപ്റ്റംബർ 21. ഓർത്തു വെച്ചു. മുൻകാല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളൊക്കെ ഓർമ്മണ്ട. ഇതൊക്കെ പഠിച്ചിട്ട് മതി ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പോവാൻ. അവസാനം 1932 ഒക്ടോബർ 2. എന്താ ഒക്ടോബർ 2 പ്രത്യേകത? ഗാന്ധിയുടെ ജന്മദിനം. 31 ആരംഭിച്ച് 32 അവസാനിച്ചു. ഗാന്ധിയുടെ ജന്മദിനത്തിൽ. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം. എന്നാണ് ആരംഭം? 1932 സെപ്റ്റംബർ 21. എങ്ങനെയാ ഓർക്കുക വെക്കുക? സെപ്റ്റംബർ മാസം ഓണമാസം. ആ ഓണത്തിന് സകല ആൾക്കാരും ഹിന്ദുക്കളും ഒന്ന് ഗുരുവായൂർ പോയി തൊഴുതു വരും. ആ ഗുരുവായൂർ തൊഴുതു വരും. അപ്പൊ സെപ്റ്റംബർ മാസം, ഓണമാസം. 32 നമ്മൾ ആരംഭം. അവിടെ സമരം ആരംഭിക്കുന്നത് 31. പക്ഷെ ഉപവാസം ആരംഭിക്കുന്നത് 32. സമരം ആരംഭിക്കുന്നത്, ഉപവാസം ആരംഭിക്കുന്നതാണ് 32. സെപ്റ്റംബർ മാസം 21. എങ്ങനെയാ സെപ്റ്റംബർ ഓർക്കുക? ഒക്ടോബർ 2 ഒക്ടോബർ 2 അവസാനിച്ചത്. തൊട്ട മുന്നത്തെ മാസം ഓണത്തിന് സെപ്റ്റംബറിൽ.
സെപ്റ്റംബർ 21 ഈ 21 പ്രചരണ ജാഥ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനട പ്രചരണ ജാഥ നയിച്ചത് AK ഗോപാലൻ. അതും കൂടി വന്നു. ക്ഷേത്രജാഥ എന്ന പേരിൽ AK ഗോപാലൻ നടത്തിയ ജാഥ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് AK ഗോപാലൻ നയിച്ച പട്ടിണി ജാഥയും ഓർക്കണം, അത് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് പ്രാവശ്യം ചോദിച്ചു ക്ഷേത്രജാഥ. മറ്റൊന്ന് ചോദിക്കുക സവർണ ജാഥയാണ്. സവർണ ജാഥ നടക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്ന മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയാണ് സവർണ ജാഥ. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനട സമര പ്രചരണ ജാഥ നയിച്ചത് AK ഗോപാലനാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ഏത് രാജാവ? ഓർത്തിരിക്കണം, തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം അറിഞ്ഞിരിക്കണം. ചാന്നാർ ലഹള ഞാൻ നേരത്തെ പറഞ്ഞു 1859 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. മാറി മറയ്ക്കാൻ വേണ്ടി, ആ അവകാശത്തിന് വേണ്ടി ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരമാണ്. അതിന് ദാർശനികമായി പിന്തുണ നൽകിയ ആള് വൈകുണ്ഠസ്വാമികളാണ്. മലബാർ കലാപം 1921 വളരെ പ്രധാനപ്പെട്ടതാണ്. പല PSC പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും നടത്തിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു നാട്ടുരാജ്യം വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഡച്ചുകാരുടെ കുളച്ചൽ യുദ്ധം. ആ കുളച്ചൽ യുദ്ധത്തിൽ ആ സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ക്യാപ്റ്റൻ ഡിനനോയ്. പരാജയപ്പെട്ട ക്യാപ്റ്റൻ ഡിനനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായി. അദ്ദേഹം വലിയ കപ്പിത്താൻ എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെട്ടു. ക്യാപ്റ്റൻ ഡിനനോയ്, മാർത്താണ്ഡവർമ്മ, ഇന്ത്യയിൽ ആദ്യമായി ഒരു നാട്ടുരാജ്യം ഒരു വിദേശ രാജ്യത്തെ പരാജയപ്പെടുത്തുന്നു. ഡച്ചുകാർ 1741 കുളച്ചൽ യുദ്ധത്തോടുകൂടി ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യം അവസാനിച്ചു. ബ്രിട്ടീഷുകാരുടെ സഹായം കൂടി ഉണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയ്ക്ക്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ റെഡിയായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളത്. ഇപ്പോ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചപ്പോൾ ചോദ്യങ്ങൾ കിട്ടി. ഓക്കെ, ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ പൊതുവായൊരു അഭിപ്രായം, ഈ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തും. അതൊക്കെ കൂടി ഒന്ന് പറയുക. എക്സാമിന് തയ്യാറാവുക. നാളെ രാവിലേക്ക് മുമ്പായിട്ട് എക്സാം കിട്ടും. പ്രിപ്പയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് അനാലിസിസും കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പലതവണ ചെയ്യാൻ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ഓരോ പ്രാവശ്യം പുതിയ ചോദ്യങ്ങൾ കിട്ടും. ഈ 50 ചോദ്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ബാക്കി നമ്മുടെ ചാനലിലെ വീഡിയോ കാണുക, പഠിച്ചത് ഉറപ്പിക്കുക. ഈ 2 ദിവസം ചരിത്രമാണ്, ഇന്നും നാളെയും. നാളെ നമ്മൾ ഭരണഘടനയിൽ നിന്നുള്ള ക്ലാസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണാതെ ഡീറ്റെയിൽ ആയിട്ട് സാവധാനം പഠിച്ചു പോകുന്ന രീതിയാണ്. ഇത് ഓരോ 2 ദിവസം കൂടുന്നതോടുകൂടി ചിലപ്പോൾ നമുക്ക് തുടർച്ചയായ 2 ദിവസങ്ങളിൽ വേണ്ടി വരും. ചരിത്രം, അടുത്ത ക്ലാസ് ജോഗ്രഫി ആയിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് പറയുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ല പഠന ആശംസകൾ നൽകുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്